മതിലുകൾ എന്ന പേരിൽ ഒരു ചെറിയ പ്രേമകഥ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മുമ്പ് പറഞ്ഞതായി ഓർമ്മ തോന്നുന്നില്ല. സ്ത്രീയുടെ ഗന്ധം അല്ലെങ്കിൽ പെണ്ണിൻ്റെ മണം എന്നതിന് ഏതെങ്കിലും ഒരു പേരിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഇപ്പോൾ അങ്ങ് പറയുകയാണ്. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം. സംഭവം കുറെ പഴക്കമുള്ളതാണ്. നമ്മൾ സാധാരണമായി കാലം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആ മഹാകാലത്തിൻ്റെ അക്കരെ നിന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇക്കരയാണെന്ന് ഓർക്കണം. ഏകാന്തമായ ഹൃദയം, അതിൻ്റെ മഹാതീരത്ത് നിന്ന് വന്നു ചേരുന്ന ഒരു ശോകഗാനമാണിത്. ഉയർന്ന കൽമതിലുകൾ ആകാശം മുട്ടുന്ന മാതിരി അതെന്നെയും സെൻട്രൽ ജയിലിനെയും ചുറ്റിക്കൊണ്ടങ്ങനെ നിൽക്കുകയാണ്. ഉള്ളിൽ അനേകം കെട്ടിടങ്ങൾ, അനേകം മനുഷ്യർ. തടവുകാരെയെല്ലാം അകത്താക്കി കഴിഞ്ഞു. കാര്യമായ ശബ്ദങ്ങളൊന്നുമില്ല. വെളുപ്പിന് തൂക്കിക്കൊല്ലേണ്ടവരുണ്ട്. കാലാവധി തീർന്ന നാളെ സ്വാതന്ത്ര്യ ലോകത്തേക്ക് പോകുന്നവരുണ്ട്. എങ്കിലും ആകെ കൂടി ഒരു പ്രശാന്തത. ഞങ്ങൾ നടക്കുകയാണ്. തൂക്കുമരത്തിൻ്റെ ഏതാണ്ട് അടുത്തുകൂടി. വളരെ വീതിയില്ലാത്ത റോഡ്, ഇടവും വലവും തൊട്ടടുത്തും നെടുനീളത്തിൽ മതിലുകൾ. എൻ്റെ മുമ്പേ വാർഡൻ ജയിൽ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് എന്നെ ഒരു നമ്പറാക്കിയിട്ട് കുറേ മിനിറ്റുകളെ ആയിട്ടുള്ളൂ. കറുത്ത വരയുള്ള വെള്ള തൊപ്പി, വെള്ള ഷർട്ട്, വെള്ളമുണ്ട്, കിടക്കാനുള്ള ജമുക്കാളം, പുതയ്ക്കാനുള്ള കരിമ്പടം, ഉണ്ണാനും കുടിക്കാനുമുള്ള പാത്രങ്ങൾ, എല്ലാറ്റിനുമുണ്ട് നമ്പർ. ഞാനൊരു കന്നിക്കാരനൊന്നുമല്ല. മുമ്പും കുറേ പ്രാവശ്യം ജയിലുകളിലെ നമ്പറുകളായിട്ടുണ്ട്. ന്യൂമറോളജി എന്നൊരു പുസ്തകം പണ്ട് വായിച്ച ഓർമ്മ വെച്ചുകൊണ്ട് എൻ്റെ പുത്തൻ നമ്പർ ഞാനൊന്ന് നോക്കി. അക്കങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി നോക്കി. നല്ലത്, ഞാൻ 9 ആണ്. 9ൻ്റെ ഫലം എന്തൊക്കെയാണ്? ഈ ജയിലിൽ അനുഭവപ്പെടാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്തെല്ലാം? ചുമ്മാ ചിന്തിച്ചു. നടപ്പ് പതുക്കെയാണ്. ഒന്ന് വേഗം നടക്കാമോ? വാർഡറുടെ ആജ്ഞ. അത് കേട്ടപ്പോൾ എനിക്കങ്ങ് ചിരി വന്നു. ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരിക്കലും ഞാൻ പാഴാക്കാറില്ല. മനുഷ്യകുലത്തിനായുള്ള ഈശ്വരൻ്റെ പ്രത്യേക അനുഗ്രഹമാണ് ഈ ചിരി. ഞാൻ ചോദിച്ചു, ഇത്ര ധൃതിയിൽ എങ്ങോട്ടാണ് ഈ ഭൂഗോളത്തിൽ നിന്ന്? വാർഡൻ മിണ്ടിയില്ല. നടക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്നെ വല്ല മാളത്തിലും കൊണ്ടുപോയി അടച്ചിട്ട് ഓടിപ്പോയി വലിയ ഒരു കച്ചവടം നടത്താനുണ്ടല്ലേ? എന്താണെന്ന് വെച്ചാൽ സംഗതി ഒരല്പം ഗൗരവമുള്ളതാണ്. ഒരു 50-60 മൈൽ ദൂരെ ഒരു പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ലോക്കപ്പിൽ എന്നെ തടവിലിട്ടിരിക്കുകയായിരുന്നു. ഒരു 11-14 മാസം. കേസെടുക്കുകയില്ല, ചുമ്മാ ഇട്ടിരിക്കുന്നു. പോലീസ് ഇൻസ്പെക്ടറുടെ ഉപദേശമനുസരിച്ച് ഞാൻ ബഹളമുണ്ടാക്കി പട്ടിണി കിടന്നു. എന്ന് പറഞ്ഞാൽ നിരാഹാര വ്രത സത്യാഗ്രഹം. അങ്ങനെ കേസെടുപ്പിച്ച് ശിക്ഷ വാങ്ങിച്ചു. ഒരേ കുടുംബത്തിലെ അംഗമെന്ന നിലയിലാണ് ഞാൻ ആ പോലീസ് ലോക്കപ്പിൽ 100 പോലീസുകാരുടെയും ഇൻസ്പെക്ടറുടെയും മേൽനോട്ടത്തിൽ കഴിഞ്ഞത്. എൻ്റെ വലതു കൈ നടുവിരലിൻ്റെ അറ്റം മുതൽ ഉരം വരെ അടിച്ചു തകർത്ത് പഞ്ഞിയാക്കി കളയുമെന്നോ മറ്റോ കുറേ റിസർവ് പോലീസുകാർ പറഞ്ഞിരുന്നു. എൻ്റെ മാതാപിതാക്കളോടും സഹോദരന്മാരോടും. സത്യത്തിൽ പോലീസുകാരല്ല പറഞ്ഞത്, ഒരു മജിസ്ട്രേറ്ററാണ്. പോലീസുകാരോടുള്ള മൂച്ച്. എന്നെ അറസ്റ്റ് ചെയ്യാൻ വീട് വളഞ്ഞ സന്ദർഭം. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എന്നെ പിടിച്ചു. ആരും എന്നെ തല്ലിയില്ല. പോലീസുകാരിൽ പലരും എൻ്റെ ശിഷ്യന്മാരായി തീർന്ന മട്ടിലാണ്. ഒരു ഹെഡ് കോൺസ്റ്റബിളിൻ്റെ പ്രൗഢിയായിരുന്നു എനിക്കവിടെ. ലോക്കപ്പിൽ കിടന്ന് ഞാൻ കുറേ പോലീസ് കഥകളും എഴുതി. കടലാസും പെൻസിലും പോലീസ് ഇൻസ്പെക്ടർ തന്നതാണ്. ഞാൻ അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. കൂടെ 2 പോലീസുകാരും ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ 2 തോക്കുകളും ഉണ്ടായിരുന്നു. പോക്കറ്റിൽ കൈവിലങ്ങും. അവരാണ് സെൻട്രൽ ജയിലിൽ എന്നെ കൊണ്ട് ഏൽപ്പിച്ചത്. ഇപ്പറഞ്ഞതൊന്നുമല്ല സംഗതി. ആ പോലീസുകാർ എനിക്ക് 2 കെട്ട് ബീഡിയും ഒരു തീപ്പെട്ടിയും ഒരു പുത്തൻ ബ്ലേഡും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ജയിലിൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ള സുന്ദരമായ പ്രസ്താവനയോടെ എൻ്റെ പോക്കറ്റിൽ നിന്നും വാർഡൻ അതെല്ലാം എടുത്തു. എന്നിട്ട് തൻ്റെ മഹോന്നതമായ തൊപ്പിയെടുത്ത് അതിനുള്ളിലാക്കിയിട്ട് പഴംതുണി വെച്ച് മൂടി തലയിൽ കമിഴ്ത്തി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മാതിരി നടക്കുകയാണ്. പരമദ്രോഹി. നടക്കട്ടെ. ആ ബ്ലേഡ് എന്തിനാണെന്നോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനൊന്നുമല്ല. തീപ്പെട്ടിക്കോലുകൾ 2ആയി കീറാനാണ്. 6ആയിട്ട് കീറുന്ന മഹാകലാകാരന്മാരെ മുമ്പ് ഈയുള്ളവൻ കണ്ടിട്ടുണ്ട്. ബ്ലേഡ് കൊണ്ട് വേറെയും ഉണ്ട് പണി. ജയിലിൽ തീപ്പെട്ടി സുലഭമായി കിട്ടിയെന്ന് വരില്ല.
അതിന് കാശ് വേണമല്ലോ. അത് നമ്മുടെ പക്കലില്ല. ആ ബ്ലേഡിനെ ഒരു ചക്കിയാക്കാം. അവൻ ഒറ്റയ്ക്ക് ചക്കി എന്ന് പറയുക നിഷിദ്ധം. ചക്കിയുടെ ജനനം താഴെ പ്രകാരമാണ്. സർക്കാർ കിടക്കാൻ തന്നിട്ടുള്ള ജമുക്കാളമുണ്ട്. അതിൻ്റെ നൂല് ഒരു 2 വിരൽ വണ്ണത്തിൽ സംഭരിക്കുക. നീളം കൈപ്പത്തിയുടേത് മതി. ഒരു 2 ഇഞ്ച് തല വെച്ചൊന്ന് കെട്ടണം. എന്നിട്ട് ആ തല നല്ലവണ്ണം തീ കൊളുത്തി കരിക്കുക. കരിയുള്ള ഭാഗം ഒരു തുകൽ കഷ്ണം 2-3 മടക്കി അതിൽ വെച്ച് കെട്ടുകയാണ് വലിയ കലാകാരന്മാർ ചെയ്യുക. നമ്മെപ്പോലുള്ള ദരിദ്ര കലാകാരന് പ്ലാവില കിട്ടിയാലും മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഉരുക്ക് കഷ്ണമാണ്. അതെവിടെ കിട്ടും? ഉരുക്ക് കഷ്ണം തന്നെയല്ല, ബീഡി, തീപ്പെട്ടി, കഞ്ചാവ്, ചാരായം, ചക്കര എന്ന് വേണ്ട, ഒരുവിധം ആവശ്യമുള്ളതെല്ലാം ജയിലിൽ കിട്ടും. അതിനൊക്കെ കാശ് വേണം. ഒരു ബ്ലേഡ് കയ്യിലുണ്ടെങ്കിൽ അതൊരു സിമൻറ്റ് തറയിലോ കരിങ്കല്ലിലോ ഉരച്ചാൽ തീപ്പൊരി ഉണ്ടാവും. ആ തീപ്പൊരി മറ്റേവൻ്റെ കരിഞ്ഞ തലയിൽ കൊണ്ടാൽ തീ സുലഭം. ബ്ലേഡ് ഒരു കഷ്ണം മരക്കമ്പിൽ ആഴ്ത്തി വായ്ത്തല ശകലം മാത്രം വെളിയിലാക്കി വെക്കണം. ഇത്രയും വിശേഷണങ്ങളാണ് ആ വാർഡൻ മഹാന്റെ മഹത്തായ തൊപ്പിക്കുള്ളിൽ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, പോലീസുകാർ ദരിദ്രവാസികളല്ല. വാർഡൻ കേട്ടില്ല. അയാൾ മിണ്ടാതെ നടക്കുകയാണ്. എല്ലാം അയാൾ വിൽക്കും. മക്കൾക്കും മക്കളുടെ മക്കൾക്കും ആ ചന്ദ്രതാരം തിന്നാനുള്ള വക ഈ ദരിദ്രവാസി ഇപ്പോൾ തന്നെ സമ്പാദിച്ചു കാണും. ഞാൻ ചോദിച്ചു, വാർഡർക്ക് മക്കൾ എത്രയുണ്ട്? മനോരാജ്യത്തിൽ നിന്നുണർന്ന വാർഡൻ പറഞ്ഞു, 6. 5 പെണ്ണും 1 ആണും. പാവം വാർഡൻ. 5 പെണ്ണേ? ഞാൻ ചോദിച്ചു. കുഞ്ഞുങ്ങൾക്കും തള്ളയ്ക്കുമെല്ലാം സുഖം തന്നെയല്ലേ? അതെ അതെ, വാർഡൻ പറഞ്ഞു. വേഗം നടക്ക്. ധൃതിയുടെ രഹസ്യം സ്പഷ്ടം. ഞാൻ ചോദിച്ചു, നിങ്ങൾ മരിച്ചുപോയാൽ അവരുടെ സ്ഥിതി എന്ത്? വാർഡൻ പറഞ്ഞു, ദൈവം രക്ഷിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് സംശയമാണ്. വാർഡൻ ചോദിച്ചു, അതെന്താ? ഞാൻ പറഞ്ഞു, ദിവ്യജ്ഞാനം. എങ്ങനെ കിട്ടിയെന്ന് പറയാം. ഞാൻ പണ്ടൊരു സന്യാസിയായിരുന്നു. ഞാൻ ചെന്ന് താമസിച്ചിട്ടില്ലാത്ത വിശുദ്ധ മസ്ജിദുകൾ, പുണ്യക്ഷേത്രങ്ങൾ ഇന്ത്യയിലില്ല. ചെന്ന് കുളിച്ചിട്ടില്ലാത്ത പുണ്യനദികളുമില്ല. കൊടുമുടികൾ, താഴ്വാരങ്ങൾ, വനാന്തരങ്ങൾ, മരുഭൂമികൾ, കടലോരങ്ങൾ, തകർന്നടിഞ്ഞ ദേവാലയങ്ങൾ. അതുകൊണ്ട് ദൈവം നിങ്ങളെ വെറുതെ വിടുകയില്ല. വാർഡൻ പറഞ്ഞു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഇന്ന് വാർഡൻ നടത്തിയ ഭയങ്കര തീപ്പെട്ടിക്കൊള്ളയോ? വാർഡർക്ക് അത്ഭുതം തോന്നി. അയാൾ ചോദിച്ചു, ഇന്ന് ഞാൻ തീവെട്ടിക്കൊള്ള നടത്തിയോ? ഞാൻ പറഞ്ഞു, വാർഡൻ മരിക്കുന്നു. ആത്മാവ് ദൈവത്തിൻ്റെ മഹാസന്നിധിയിൽ ചെല്ലുന്നു. ദൈവം ചോദിക്കുന്നു, ദരിദ്രവാസിയായ ഹേ ജയിൽ വാർഡറെ, ആ പാവപ്പെട്ട ബഷീറിൻ്റെ ഒരു ബ്ലേഡും ഒരു തീപ്പെട്ടിയും 2 കെട്ട് ബീഡിയും എവിടെ? വാർഡൻ മിണ്ടുന്നില്ല, നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, വരൂ, എന്നെ കൊണ്ടുപോയി കൂട്ടിലടച്ചിട്ട് കച്ചവടത്തിന് പോകണ്ടേ? വാർഡൻ അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. അയാൾ പതുക്കെ കുലുങ്ങി തൊപ്പി ഊരി ചിരിച്ചു. എന്നിട്ട് എൻ്റെ സ്വത്തുക്കളെല്ലാം തിരികെ തന്നു. നല്ല വാർഡൻ. ഞാൻ പറഞ്ഞു, ഗാന്ധിജി നിരാഹാര വ്രതത്താൽ മരണശയ്യയിലാണെന്ന് ഇന്നും കാലത്തും ആ പോലീസ് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു. വാർഡൻ വല്ല വിശേഷവും കേട്ടോ? വാർഡൻ പറഞ്ഞു, അദ്ദേഹം നിരാഹാര വ്രതം അവസാനിപ്പിച്ച് മധുരനാരങ്ങ നീര് കുടിച്ചു. സന്തോഷം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നീണാൽ ജീവിക്കട്ടെ. എല്ലാ മനുഷ്യരും. ഞങ്ങൾ പല ഇരുമ്പ് വാതിലുകളും കടന്നങ്ങനെ പോയിക്കൊണ്ടിരുന്നു. മതിലുകൾ. ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഈ ജയിലിൽ രാഷ്ട്രീയ തടവുകാരായി എത്ര പേരുണ്ട്? നിങ്ങളെ കൊണ്ടുപോകുന്നിടത്ത് 17 പേരുണ്ട്. നിങ്ങളും ചേർത്ത് 18 ആവും. അത് ശരി, ഒരു പ്രത്യേക സ്ഥലത്തേക്കാണല്ലേ കൊണ്ടുപോകുന്നത്? സർക്കാർ ഈ ഉള്ളവനെ വേണ്ടത്ര ഗൗരവത്തോടു കൂടി തന്നെ വീക്ഷിക്കുന്നുണ്ട്. നല്ലത്. അങ്ങനെ നടക്കുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മാദകമായൊരു പരിമളം, സ്ത്രീയുടെ ഗന്ധം, പെണ്ണിൻ്റെ മണം. ഞാനാകെ ഇളകിപ്പോയി. എൻ്റെ ഓരോ അണുക്കളും ഉണർന്നു. ഞാൻ ഈ ലോകത്തെ മുഴുവൻ എന്നിലേക്ക് വലിച്ചു. എവിടെയവൾ? ഞാൻ ചുറ്റും നോക്കി. ആരുമില്ല, ഒന്നുമില്ല. അങ്ങനെ നടക്കുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായ ശബ്ദം, സ്ത്രീയുടെ ചിരി. ഈ ശബ്ദവും ഗന്ധവും ഒരുമിച്ച് വന്നതാണോ, അതോ ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഞാൻ ഭാവന ചെയ്തതോ? സ്ത്രീ എന്ന അത്ഭുത സൃഷ്ടിയെ ഞാൻ മറന്നിരിക്കുകയായിരുന്നു.
മറന്നിരിക്കുകയായിരുന്നോ? ഞാൻ കേട്ട ചിരി സത്യം, എന്നിലേക്ക് പാഞ്ഞു വന്ന ഗന്ധവും സത്യം. ഞാൻ പറയുന്നത് സോപ്പിൻ്റെ ഗന്ധമല്ല, ഇഞ്ചയുടെയോ താളിയുടെയോ എണ്ണയുടെയോ ഗന്ധമല്ല, പൗഡറും വിയർപ്പും കൂടിക്കലർന്ന ഗന്ധവുമല്ല. സാക്ഷാൽ സ്ത്രീയുടെ അതിശയകരമായ ഗന്ധം. ഇതെവിടെ നിന്ന്? ആ ചിരിയോ? ആ ഗന്ധം പിന്നെയും ഞാൻ ഓർത്തു. എനിക്കാകെ ഒരു ശ്വാസം മുട്ടൽ പോലെ. നാസാരന്ധ്രങ്ങൾ വീണ്ടും വീണ്ടും പടർന്നു. ഹൃദയം ഉത്കണ്ഠയോടെ പൊട്ടാൻ പോകുന്ന പോലെ. പെണ്ണേ, നീ എവിടെ? ഞാൻ ചോദിച്ചു. ആ കേട്ട പെണ്ണിൻ്റെ ചിരി എവിടെ നിന്ന്? വാർഡൻ പരിഹസിക്കുന്ന മട്ടിൽ ചോദിച്ചു. കല്യാണം കഴിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു. ഇല്ല. പക്ഷേ എൻ്റെ ഈ ചോദ്യവുമായി ഈ കല്യാണക്കാര്യത്തിന് എന്ത് ബന്ധം? അതെല്ലാം ശ്രദ്ധിക്കുന്നത് എന്തിന്? ഭീതി ജനിപ്പിക്കുന്ന സെൻട്രൽ ജയിലിനകത്ത് കൊല്ലുന്ന തൂക്കുമരത്തിൻ്റെ പരിസരത്ത് വെച്ച് ഒരു സ്ത്രീയുടെ ചിരി കേട്ടു. അതിനുടനെ ഞാൻ കല്യാണം കഴിക്കണം. എന്നാൽ മാത്രമേ അതെവിടെ നിന്നാണെന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമുള്ളൂ. നല്ല ന്യായം. വാർഡൻ ചിരിച്ചു. അയാൾ പറഞ്ഞു, അത് പെൺജയിലിൽ നിന്നാണ്. അതിൻ്റെ തൊട്ടടുത്താണ് നിങ്ങൾ താമസിക്കാൻ പോകുന്നത്. ഇടയ്ക്ക് ഒരു മതിലേ ഉള്ളൂ. ശിക്ഷ എത്ര കാലം? 2 കൊല്ലം കഠിന തടവും 1000 രൂപ പിഴയും. പിഴ ഒടുക്കിയില്ലെങ്കിൽ മണ്ണ് ചുമട് 6 മാസം കൂടി. എനിക്ക് പെൺജയിലിനും ഇടയ്ക്ക് ഒരു മതിൽ മാത്രമേ ഉണ്ടായിരിക്കൂ അല്ലേ? മതിൽ, പെൺജയിൽ, തങ്കക്കുടങ്ങളെ. ഞങ്ങൾ നടന്നു. ജമുക്കാളവും കരിമ്പടവും ഞാൻ എൻ്റെ ഹൃദയത്തോട് അടുപ്പിച്ചു. ഇരുമ്പടി വാതിൽ തുറന്ന് ഞങ്ങളൊരു പ്രത്യേക മതിൽക്കെട്ടിനുള്ളിൽ കടന്നു. വളരെ വൃക്ഷങ്ങൾ, അധികം പ്ലാവാണ്. കുറേ കോട്ടേജുകൾ. കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ദൂരെയായി ഇരുവശവും ഓരോ വൻമതിലുകൾ. വലതുവശത്തെ മതിലിനപ്പുറം വിശാലമായ സ്വതന്ത്ര ലോകം. ഇടതുവശത്തെ മതിലിനപ്പുറത്ത് പെൺജയിൽ. ഈ കോട്ടേജുകൾ ഓരോന്നും ചെറുമതിലുകളാൽ ചുറ്റപ്പെട്ട ലോക്കപ്പുകളാണ്. എന്നെ അവിടെയുള്ള വാർഡൻ ഏറ്റുവാങ്ങി. കൂടെ വന്ന വാർഡറെ ഞാൻ തൊഴുതു. അയാൾ എന്നെയും തൊഴുതിട്ട് പോയി. നല്ല വാർഡൻ, ദൈവം രക്ഷിക്കട്ടെ. പുത്തൻ വാർഡൻ എന്നെ ഒരു കോട്ടേജിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ ഇരുമ്പ് വാതിൽ തുറന്നു. വളരെ ചെറിയൊരു മുറി. മുറിക്ക് വെളിയിൽ ഒരു വശത്ത് ദൂരെ കക്കൂസ്. വാതിലിനടുത്തെണ്ണ വണ്ണം പൈപ്പ്. ഞാൻ ആ പൈപ്പ് തുറന്ന് കൈകാൽ മുഖം കഴുകി. കുറേ വെള്ളം കുടിച്ചു. ഒരു പാത്രത്തിൽ വെള്ളവുമായി ഈശ്വരനാമം ഉച്ചരിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് ചെറുജയിലിനകത്ത് കയറി. മതിലുകളുടെ അനേകായിരം മതിലുകളുടെ അകത്താണ് ഞാൻ. വാർഡൻ ഇരുമ്പടി വാതിൽ അടച്ച് താഴിട്ട് കൂട്ടി. ഞാൻ പറഞ്ഞു, പൊന്നു സർക്കാരിൻ്റെ ഈ പുതിയ അഗതിക്ക് അത്താഴം തന്നില്ല. ഇന്നത്തെ കണക്കിലല്ലേ നിങ്ങൾ വന്നത്? നാളെ കാലത്ത് മുതൽ കിട്ടും. ഞാൻ പറഞ്ഞു, എന്നാൽ എന്നെ തുറന്നു വിടും, നാളത്തെ കണക്കിൽ വരാം. വാർഡൻ ചോദിച്ചു, കേസ് എന്താണ്? ഞാൻ പറഞ്ഞു, എഴുത്ത്, രാജദ്രോഹം. വാർഡൻ ഞെട്ടിത്തെറിച്ച മട്ടിൽ പറഞ്ഞു, രാജദ്രോഹം? ശ്രീപത്മനാഭ രക്ഷിക്കണേ. രാജഭക്തൻ ലോക്കപ്പിൻ്റെ കമ്പിയഴിവാതിലിന് വെളിയിലായി മുകളിൽ ഭയങ്കര പ്രപഞ്ചമുള്ള ഒരു ബൾബ് തെളിഞ്ഞു. വാർഡൻ പോയി. പ്രപഞ്ചമാകുന്ന മഹാജയിലിനുള്ളിലെ ചെറിയ ജയിലിൽ ഞാൻ തനിച്ച്. ഞാനും അനന്തതയും. ഞാൻ ജമുക്കാളം ശരിപ്പെടുത്തി. പാത്രങ്ങൾ മൂലയിൽ വെച്ചു. സന്ധ്യ മയങ്ങി വരികയാണ്. ഞാനും ലോക്കപ്പിനകവും നല്ല വെളിച്ചത്തിലാണ്. ഞാൻ ഇന്നത്തെ കണക്കിലുള്ളവനുമല്ല, ദൈവമേ. അതുകൊണ്ട് രാത്രി പട്ടിണി കിടക്കണം. എന്തെങ്കിലും ആഹാരം വരുത്താൻ നന്നായി എനിക്കറിയാം. ഇരുമ്പ് വാതിൽ പിടിച്ച് ഭയങ്കരമായി കുലുക്കി വാർഡറെ വിളിച്ച് കൂവി ബഹളം ഉണ്ടാക്കാം. ജയിലർ, സൂപ്രണ്ട് മുതലായവരെ വരുത്തുകയും ചെയ്യാം. അങ്ങനെ ആഹാരം കിട്ടും. ഞാൻ വിചാരിച്ചു, വേണ്ട, സാഹിത്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ത്യാഗം അനുഷ്ഠിക്കണമല്ലോ. നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കുറേയേറെ അടിയിടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വളരെ ദയവോടെ തോക്കിൻ്റെ പത്തി കൊണ്ട് എൻ്റെ നെഞ്ചത്തടിച്ച് എന്നെ പതുക്കെ വീഴ്ത്തിയിട്ടുണ്ട്. തെരുവിലൂടെ വലിച്ചടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രാവശ്യം ജയിലിൽ കിടന്നു. ഇനിയോ? ഇപ്പോഴത്തെ ഈ ജയിൽവാസം സാക്ഷാൽ സാഹിത്യത്തിന് വേണ്ടി എത്രയും രാഷ്ട്രീയവുമുണ്ട്. ഓർത്തപ്പോൾ ശകലം അഭിമാനമൊക്കെ തോന്നും. കുറേ വെള്ളം കുടിച്ചു. ബ്ലേഡ് എടുത്ത് തീപ്പെട്ടിക്കമ്പ് 2ആയി പിളർക്കാൻ മറന്നു. ഒരു മുഴുവൻ കോല് തന്നെ കത്തിച്ച് രാജകീയ മട്ടയിൽ ഒരു ബീഡി വലിച്ചു. 5-6 വലി വലിച്ചതിന് ശേഷം ബീഡി കെടുത്തി വെച്ചു. ദൂർത്ത് നല്ലതല്ല. അങ്ങനെ ഇരുന്ന് ഞാൻ ശ്രദ്ധിച്ചു. സ്ത്രീയുടെ ചിരി കേൾക്കുന്നില്ല. പെണ്ണിൻ്റെ മണം അനുഭവപ്പെടുന്നില്ല. എന്താണ് കാരണം? ഞാനിരിക്കുന്നത്
പെൺചെയലിനടുത്താണ് താനും. നീ എവിടെയാണ് പെണ്ണെ? പെണ്ണിൻ്റെ ആ ആദിമമായ മണം ഒരു പക്ഷേ എൻ്റെ ഭാവനയായിരിക്കുമോ? പണ്ട് അനന്തകോടി മന്വന്തരങ്ങൾക്ക് മുമ്പ് ആദാമായി ഏദൻ തോട്ടത്തിൽ ഉണർന്നപ്പോൾ അനുഭവപ്പെട്ട ഹവ്വായുടെ അത്ഭുതകരമായ മണം എൻ്റെ ആത്മാവിൽ സംഭരിച്ചു വച്ചിരുന്നതായിരിക്കാം. മരുഭൂമിയിൽ ദാഹിച്ചു വലിഞ്ഞു തളർന്ന യാത്രക്കാരൻ കാണുന്ന തെളിനീർ തടാകം വെറും മരീചിക. അതുപോലെ എല്ലാം മാഞ്ഞുപോയി. പക്ഷേ ഉണർന്ന ആത്മാവ്, പൊട്ടാൻ പോകുന്ന ഹൃദയം. പെണ്ണേ, എവിടെയാ മനോഹര ശബ്ദം? എവിടെയാ മാദക പരിമളം? ഞാൻ ഇരുമ്പഴികളിലൂടെ വെളിയിലേക്ക് നോക്കി. വെളിച്ചത്തിൻ്റെ ഉഗ്രത കാരണം ഒന്നും കാണാൻ വയ്യ. ലോകത്തെ ഇരുൾ മൂടിക്കഴിഞ്ഞു. എന്നാൽ ഇരുട്ടിനെ ശരിക്കും കാണാനും വയ്യ. ഒന്ന് മനസ്സിലായി, ഞാനിതുവരെ ഇരുട്ട് കണ്ടിട്ടില്ല. ഒന്നും കാണാൻ കഴിയാത്ത അത്ഭുതകരമായ ആദിമമായ കൂരിരുളിൽ അന്തമില്ലാത്ത ആകാശവിശാലതയിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രകോടികളെ, ചന്ദ്രികാചർച്ചിതമായ മോഹനരാവേ, നിങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇത് ശരിയല്ല. കണ്ടിട്ടുണ്ട്, എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലെന്ന് മാത്രം. രാത്രിയുടെയും മറ്റും സൗന്ദര്യം ആര് വകവയ്ക്കുന്നു? ആര് ശ്രദ്ധിക്കുന്നു? യാമിനി ഓർത്തപ്പോൾ പണ്ടത്തെ ഒരു സുന്ദര രാത്രി ഓർമ്മ വന്നു. ഒരു ചെറു ഗ്രാമം, പിന്നെ അങ്ങോട്ട് 1000 മൈൽ വെറും പൊടിമണൽ നിറഞ്ഞ മരുഭൂമി, ചക്രവാളം, മഹാചക്രവാളം നിറയെ. ഇതുപോലുള്ള ഒരു സന്ധ്യ. ഞാൻ ആ മരുഭൂമിയിലേക്ക് ഇറങ്ങി. ഏതാണ്ട് 1 മൈൽ നടന്നു കാണും. ചുറ്റും വെൺപെട്ട് വിരിച്ചതുപോലെ മണൽപ്പരപ്പ് മാത്രം. ഞാൻ ആ മഹാപ്രപഞ്ചത്തിൻ്റെ ഒത്ത നടുക്ക് തനിച്ച് തലയ്ക്ക് മീതെ കയ്യെത്തിച്ച് തൊടാവുന്ന ഉയരത്തിൽ തെളിവേറിയ പൂർണ്ണചന്ദ്രൻ, കഴുകി വെടുപ്പാക്കിയ നീലാകാശം, പൂർണ്ണചന്ദ്രനും നക്ഷത്രങ്ങളും, വളരെ മുഴുപ്പോടെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, കോടി, അനന്തകോടി, എണ്ണമില്ലാത്ത നക്ഷത്രങ്ങൾ, പൂർണ്ണവൃത്തത്തിൽ ചന്ദ്രൻ, നിശബ്ദ പ്രപഞ്ചം. എന്നാൽ എന്തോ ഒരു ദിവ്യമായ നിശബ്ദ സംഗീതം പോലെ, നാദബ്രഹ്മത്തിൻ്റെ അനന്തമായ വിഭ്രമം. എല്ലാം അതിൽ മുഴുകിപ്പോയിരിക്കുന്നു. ആനന്ദാത്ഭുതത്തോടെ ഞാൻ നിന്നു. എൻ്റെ അത്ഭുതവും ആനന്ദവും കണ്ണുനീരായി മാറി. ഞാൻ കരഞ്ഞു. ആവതില്ലാതെ ഞാൻ കരഞ്ഞുകൊണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് ഓടി. ലോകാലോകങ്ങളുടെ സ്രഷ്ടാവേ, എന്നെ രക്ഷിക്കുക. എനിക്കിതെന്നിൽ ഉൾക്കൊള്ളാൻ തീരെ കഴിയുന്നില്ല. നിൻ്റെ ഈ മഹാപ്രഭാവം, ഈ മഹാത്ഭുതം. ഞാൻ വളരെ ചെറിയൊരു ജീവിയാണല്ലോ. എനിക്ക് വയ്യ, എന്നെ രക്ഷിക്കുക. പിന്നീട് എനിക്ക് ഓർമ്മ വരുന്നത്, ജയിൽ വാർഡൻ രാവിലെ വന്ന് താഴ് തുറന്ന് ഇരുമ്പഴികളിലേക്ക് പിടിച്ച് ഒന്ന് കുലുക്കിയപ്പോഴാണ്. സലാം പ്രപഞ്ചമേ. ഞാൻ എണീറ്റു. കഷ്ണം ബീഡിയും കത്തിച്ച് പോയി രാജകീയ മട്ടിൽ തന്നെ പ്രഭാത കൃത്യങ്ങളിൽ ആരംഭിച്ചു. പല്ലു തേച്ചത് ഒരു ആര്യവേപ്പിൻ്റെ കമ്പ് കൊണ്ടാണ്. പണ്ട് ഞാൻ ഹിമാലയ സാനുക്കളിൽ ഇതുപോലെ ആര്യവേപ്പിൻ കമ്പ് കൊണ്ട് പല്ലു തേച്ച് വൃത്തിയാക്കിയിരുന്നു. പൈപ്പിന് താഴെ നിന്ന് രാജകീയ മട്ടിൽ തന്നെ കുളിച്ചു. എന്നിട്ട് ജയിലുടുപ്പുകൾ ധരിച്ച് കഞ്ഞിക്കുള്ള പാത്രമെടുത്ത് കഴുകിയിട്ട് നേതാക്കന്മാരെ കാണാൻ പോയി. അവിടെയുള്ളവരെല്ലാവരും തന്നെ നേതാക്കന്മാരാണ്. എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ വലിയൊരു പാത്രത്തിൽ കഞ്ഞി വന്നു. സമൃദ്ധമായി ചട്നിയും ചേർത്ത് കഞ്ഞി കുടിച്ചു. വാസ്തവത്തിൽ കഴിച്ചത് കഞ്ചോയാണ്. ഈ കഞ്ചോയുടെ വിധി ശരിക്കും പറയാം. കഞ്ഞിവെള്ളം ആദ്യം കുറേയേറെ അങ്ങ് വലിച്ചു കുടിക്കുക. എന്നിട്ട് ചട്നിയും ഇട്ട് കുടിച്ച് സ്റ്റൈലനായി വാരി ചോറുണ്ണുക. അതിനുശേഷം കയ്യ് വായി പാത്രമൊക്കെ കഴുകണം. അതിനുശേഷമുള്ള പച്ചവെള്ളം ലേശം കൂടി കുടിക്കുക. ജീവിതം പരമസുഖം. ഇങ്ങനെ സുഖം വരുത്തിയതിന് ശേഷം ഒരു തീപ്പെട്ടിക്കോൽ 2ആയി കീറി ഒരു ബീഡി കൊത്തിച്ച് വലിച്ചു. അത് കെടുത്തി വച്ചിട്ട് ജയിലിനകത്തെ ലോകം കാണാനിറങ്ങി. എന്നുവച്ചാൽ ജയിലാകെ ഒന്ന് സന്ദർശിക്കാൻ തന്നെ. എനിക്ക് തേയില വേണം, പഞ്ചസാര വേണം. ജയിലാണെങ്കിലും ശകലം ചായ കുടിക്കണം. കടും ചായ മതി. നേതാക്കന്മാരുടെ പക്കൽ തേയിലയൊന്നുമില്ല, പഞ്ചസാരയുമില്ല. ഒരു ഉഗ്രൻ നേതാവിൻ്റെ കയ്യിൽ രഹസ്യമായി ഈനോസ് ഫ്രൂട്ട് സോൾട്ട് ഉണ്ട്. അതില്ലാതെ അദ്ദേഹത്തിന് പ്രഭാത കൃത്യങ്ങൾ ആരംഭിക്കാൻ തന്നെ വയ്യ. വേറൊരു മൊഷഡൻ നേതാവിൻ്റെ പക്കൽ രഹസ്യമായുള്ളത് കാൾ മാർക്സിൻ്റെ ക്യാപിറ്റൽ എന്ന തകർപ്പൻ പുസ്തകമാണ്.
വേറൊരു രസികൻ നേതാവിൻ്റെ പക്കൽ രഹസ്യമായി 2 കുത്തുചീട്ടുകളുണ്ട്. എന്നെ ബ്രിഡ്ജ് എന്ന അത്ഭുത കളി പഠിപ്പിക്കാം. ഞാൻ നേതാക്കന്മാരെ വർജിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ രാജകീയ നിലയിൽ ഡീലിക്സ് ലൈഫ് ആണ് നമ്മുടേത്. നമ്മുടെ കൂടിൻ്റെ മൂലയിൽ 2 ഇഷ്ടികകളുണ്ട്. അടുത്ത് തന്നെ പ്ലാവിൻ്റെ വണ്ണം കുറഞ്ഞ ഉണക്ക കമ്പുകൾ കെട്ടി ഒരു കെട്ട്, അതിനടുത്തൊരു ചെറിയ പാത്രം. ചായ ഉണ്ടാക്കാനാണ്. തേയിലയും പഞ്ചസാരയും 2 കടലാസ് കെട്ടുകളിൽ കിടക്കയുടെ അടിയിൽ ചെറു തലയണകളായി പ്രശോഭിക്കുന്നു. പിന്നെ ഒരു ഡീലക്സ് ചക്കി, ഇഷ്ടം പോലെ ബീഡി, എഴുതാനുള്ള കടലാസുകൾ, പെൻസിൽ, ഒരു വലിയ കത്തി. ഈ കത്തി ജയിൽ സൂപ്രണ്ട് സദയം എനിക്ക് പ്രത്യേകമായി അനുവദിച്ചു തന്നതാണ്. മാവ് പതിവിക്കുക, ഒട്ടിക്കുക, ചെടികൾ നട്ടു വളർത്തുക എന്നീ കലയിൽ നൈപുണ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എൻ്റെ ലോക്കപ്പ് എന്ന ചെറു ജയിലിൻ്റെ നേരെ മുൻവശത്ത് ദീർഘചതുരത്തിൽ ഒരു മുറ്റമുണ്ടാക്കിയിട്ടുണ്ട്. മുറ്റത്തിൻ്റെ അതിരുകൾ മുഴുവനും വിടർന്ന പരിമളം പരത്തുന്ന പനിനീർ ചെടികളാണ്. പിന്നെ ഊണിന് മീൻ വറുത്തത്, കോഴിമുട്ട, കരൾ, ഒരു സ്പെഷ്യൽ ചട്നി. ഈ ഐശ്വര്യപൂർണമായ രാജകീയ ജീവിതത്തിൻ്റെ തുടക്കം രാവിലെ കഞ്ഞു കൊണ്ടുവരുന്ന മഹാൻ മുതലാണ്. അദ്ദേഹം ഒരു ചുവന്ന തൊപ്പിക്കാരനാവുന്നു എന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നിട്ടുണ്ട്. തൂക്കിലിട്ടില്ല, ജീവപര്യന്തം കഠിന തടവ്. വട്ടമുഖവും മന്ദഹസിക്കുന്ന കണ്ണുകളുമുള്ള ഒരു വെളുത്ത തടിയനാകുന്നു അദ്ദേഹം. ഞാൻ കാലത്തെ എണീറ്റ് ചില്ലറ കസർത്തുകളെല്ലാം ചെയ്യും. ചെറിയ തോതിൽ ഫയൽവാനാണല്ലോ. എൻ്റെ പനിനീർ തോട്ടത്തിനടുത്ത് വളരെ ഉയരത്തിൽ പോകുന്ന വണ്ണം കുറഞ്ഞൊരു പ്ലാവുണ്ട്. അതിൻ്റെ താഴത്തുള്ള കൊമ്പ് എൻ്റെ തുടയുടെ വണ്ണമുള്ളതാണ്. അത് ഞാൻ ബാറാക്കി അതിലും ചില കസർത്തുകൾ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ചു വരുമ്പോൾ അദ്ദേഹം, ചിരിക്കുന്ന കണ്ണുകളുള്ള ചുവന്ന തൊപ്പി, എൻ്റെ കഞ്ചോയും ഒരു സ്പെഷ്യൽ ചട്നിയും ലോക്കപ്പ് മുറിയിൽ മൂടി വെച്ചിട്ടുണ്ടാവും. കഞ്ഞി എന്ന ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല, ചോറാണ്. എന്നാൽ ചോറാണോ, കുറച്ച് കഞ്ഞിവെള്ളവുമുണ്ട്. ആദ്യമായി എനിക്ക് കഞ്ഞി ഒഴിച്ചു തന്നപ്പോൾ അദ്ദേഹം പതുക്കെ എന്നോട് പറഞ്ഞു, ആശുപത്രി ഓർഡറിലേ ചെന്നു കാണണം, ചായ ഉണ്ടാക്കി വച്ചേക്കും. ഞാൻ ചെന്നു. ഞാൻ കണ്ടു, കറുത്തു മെലിഞ്ഞ ഒരു സിംപ്ലൻ മീശക്കാരൻ, നല്ല വെളുത്ത പല്ലുകൾ, സുന്ദരമായ ചിരി. എൻ്റെ ഒരു പഴയ സ്നേഹിതനാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു തീവയ്പ്പ് കേസിൽപ്പെട്ട് അക്കൂട്ടത്തിൽ 2 ആളുകളെയും കൊന്നിട്ടുണ്ട്. ചുവന്ന തൊപ്പി, ജീവപര്യന്തം കഠിന തടവ്. സ്വഭാവ ഗുണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ആശുപത്രി ഓർഡറിലായി. തേയില, പഞ്ചസാര, മുട്ട, കരൾ, റൊട്ടി, പാൽ, ബീഡി എന്നിത്യാദികൾക്ക് മേലിൽ ഞാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ റോസാച്ചെടികളുടെ ഒരു വനം ആശുപത്രിക്ക് പിറകിൽ വേര് പൊട്ടിക്കാതെ മണ്ണോടെ കൊണ്ടുവന്ന് നട്ടതാണ്. എൻ്റെ ചിന്ന ജയിലിൻ്റെ മുൻവശത്തുള്ള പനിനീർത്തോട്ടം. എൻ്റെ പൂന്തോട്ടം കണ്ടപ്പോൾ നേതാക്കന്മാർക്കും വേണം അത്തരത്തിലൊന്ന് വീതം. എല്ലാവർക്കും ഓരോന്നായി ഉണ്ടാക്കി കൊടുത്തു. നേതാക്കന്മാർ പുറം ലോകവുമായി സമ്പർക്കം പുലർത്തി വന്നു. ജയിൽ വാർഡന്മാർ വഴിയാണ് എഴുത്തുകൾ കൊണ്ടുവരും. അതിനൊക്കെ പണച്ചെലവുണ്ട്. വെളിയിൽ നിന്നും രാത്രികാലങ്ങളിൽ ചില പൊതികൾ ഉയർന്ന മതിലിലൂടെ മീതെ അകത്ത് വീഴും. കാലത്തെ നേതാക്കന്മാർ അതെല്ലാം പെറുക്കിയെടുത്ത് വയ്ക്കും. കായ വറുത്തത്, ശർക്കര ഉപ്പേരി, നാരങ്ങ അച്ചാറിട്ടത് മുതലായവ. ചിലപ്പോൾ ചെറിയ ടിന്നുകളും പാട്ടകളും പെറുക്കാൻ ഞാനും കൂടും. ഒരു ദിവസം ഒരു നേതാവ് എനിക്ക് ലേശം നാരങ്ങ ഉപ്പിലിട്ട് തന്നു. എന്തൊരു രുചി! എത്ര അമൂല്യമായൊരു പദാർത്ഥം! അത് തന്നപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മുഖഭാവം, അതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി ഒരു മഹാകാവ്യം തന്നെ രചിച്ചു കൊടുത്താലും നമ്മുടെ കടമ തീരുകയില്ല. ഞാനങ്ങനെ എൻ്റെ സുഹൃത്തുക്കളും ശിഷ്യന്മാരുമായ ചുവന്ന തൊപ്പിക്കാരോടും ചേർന്ന് സസുഖം വാണരുളുന്നു. ഒന്നിനും ഒരല്ലലുമില്ല. ചിലപ്പോൾ ഞാൻ പെൺജയിൽ ഭാഗത്തേക്ക് നോക്കും. ഭീകരവും പൈശാചികവുമായ മതിൽ. ഞാൻ കേട്ട ചിരി ഓർക്കും, അനുഭവപ്പെട്ട മണവും. ഞാൻ ആ പൂന്തോട്ടത്തിൻ്റെ അടുത്തുള്ള പ്ലാവിൽ വലിഞ്ഞു കയറി തൂങ്ങി നോക്കും. നേതാക്കന്മാരും മറ്റും ഊണ് കഴിഞ്ഞ് ഉച്ചയ്ക്കൊന്ന് മയങ്ങുന്ന സമയത്താണ്. പ്ലാവിൻ്റെ ഉച്ചിയിൽ ഞാൻ കയറി നിൽക്കും. സ്വാതന്ത്ര്യ ലോകത്ത്, അല്ലെങ്കിൽ എന്ത് സ്വാതന്ത്ര്യ ലോകം! ഭൂഗോളം തന്നെ ഒരു വലിയ ജയിലാണല്ലോ. ഏതായാലും വൻമതിലിന് വെളിയിൽ ദൂരെയുള്ള റോഡേ സ്ത്രീ പുരുഷന്മാർ ഈ ചെറിയ ജയിലിലെ വിവരമൊന്നും അറിയാതെ പോകുന്നു. സുഹൃത്തുക്കളെ, ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കുക. ഞാൻ പറയുന്നത് സ്ത്രീജനങ്ങളോടാണ്. ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളെ ഒന്ന് കണ്ട് കൺകുളിർപ്പിക്കട്ടെ.
അങ്ങനെ കുറേ കഴിഞ്ഞ് താഴെ ഇറങ്ങിപ്പോരും. ഞാനീ പറയുന്നത് ജയിലിലുള്ള ഓരോ പുരുഷനും പറയാൻ കഴിയും. എൻ്റെ വികാരങ്ങൾ തന്നെ ഓരോ ജയിൽ പുള്ളിയുടേതുമാണെന്ന് വിചാരിക്കുക. ഞങ്ങളുടെ ഏകാന്തരാത്രികൾ, ഞങ്ങളുടെ ഏകാന്ത ചിന്തകൾ, ഞങ്ങളുടെ ലൈംഗിക സ്വപ്നങ്ങൾ ഏതായാലും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ചുഴിഞ്ഞിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ എൻ്റെ പനിനീർ തോട്ടത്തിൻ്റെ നടുക്ക് ചുമ്മാ നിൽക്കും. ചുറ്റും വിടർന്ന സൗരഭ്യം പരത്തുന്ന പുഷ്പങ്ങൾ. സൗന്ദര്യമുണ്ട്, മണമുണ്ട്. പക്ഷേ എന്തോ ഒന്നില്ല. ആരുടെയോ എന്തിൻ്റെയോ ഒരു അഭാവം. എന്താണത്? വേണ്ട, ഈ ചിന്തകൾ നല്ലതല്ല. പെണ്ണിലേക്കാണ് ചിന്തകളെല്ലാം പോകുന്നത്. ഞാൻ എണീറ്റ് നടന്നു. പല മതിലുകൾ, പല വാതിലുകൾ. എല്ലായിടത്തും വാർഡന്മാരുണ്ട്. വാർഡന്മാരുടെ കണ്ണിൽപ്പെടാതെ ജയിലിൽ ഒന്നും നടത്താൻ സാധ്യമല്ല. ഉയരത്തിൽ നിന്ന് നോക്കാൻ വലിയ ഗോപുരവുമുണ്ട്. ഞാൻ ആ ഗോപുരത്തിൻ്റെ പരിസരത്തു കൂടി നടക്കുകയാണ്. അപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഞാൻ നിന്ന് ചിരിച്ചുപോയി. അത്രയ്ക്ക് നല്ലൊരു വരവ്. കൂച്ചു ചങ്ങലകളിട്ട ഒരു മതയാന, അല്ല മനുഷ്യൻ. കറുത്ത തൊപ്പി, വെളുത്തു നീണ്ട ഒത്തവണ്ണമുള്ള ഒരു യുവാവ്, തേജോമയങ്ങളായ കണ്ണു, തലയെടുത്ത് പിടിച്ച് പിറകോട്ട് വളഞ്ഞ് ബുദ്ധിമുട്ടി നിൽക്കുന്നു. കഴുത്തിൽ നിന്നും 2 ചങ്ങലകൾ പുറത്തുകൂടി കാലുകളിൽ തളച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ വലിവാണ് ആ വളവ്. ജയിൽ ചാടാൻ ശ്രമിച്ച വല്ല കള്ളനുമാണോ? ഞാൻ അടുത്തു ചെന്ന് സ്തബ്ധനായി നിന്നുപോയി. എൻ്റെ ഒരു പഴയ ക്ലാസ്മേറ്റാണോ? ഞങ്ങളുടെ കണ്ണുകൾ നോക്കി, ഞങ്ങളുടെ മനസ്സുകൾ ഓർമ്മിച്ചു. ഞങ്ങൾ ചിരിച്ചു. ഞങ്ങൾ പല വർത്തമാനങ്ങളും പറഞ്ഞു. പിന്നെയും ഞങ്ങൾ ചിരിച്ചു. മൂപ്പർ എന്നെ എങ്ങനെയെങ്കിലും രഹസ്യമായി കാണാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ആരെങ്കിലും പറഞ്ഞയക്കാൻ വയ്യായിരുന്നോ? നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് ആളുകൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചിലല്ലേ? നിന്റെ സ്നേഹിതനാണെന്ന് പറയടോ കള്ളപടക്കൂസേ. ഞാൻ പുല്ലേ. ഞാൻ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു ചുംബനം വെച്ചു കൊടുത്തു. അത് ഞാൻ ജയിലിലെ ഓരോരുത്തരെയും ചുംബിച്ച പോലെയായി. ഒരു ചുംബനാ വൃത്താന്തം ജയിലിലാകെ അറിഞ്ഞു. ജയിൽ രോമാഞ്ചം കൊണ്ടു. ഈ ചങ്ങലക്കിട്ട തേജോമയങ്ങളായ കണ്ണുകളുടെ ഉടമസ്ഥൻ ജീവിച്ചിരിക്കുന്ന ജയിലിലെ ഒരു ഇതിഹാസമാണ്, രക്തസാക്ഷിയാണ്. മൂപ്പർ 1.5 കൊല്ലത്തെ ശിക്ഷയുമായി വന്ന ഒരു കള്ളനാകുന്നു. ബീഡി, ചെറിയ ചകര, ഉണക്കപ്പരവ എന്നിവിടങ്ങളുടെ ബിസിനസ്സുണ്ട്. അതായത് ജയിലിൽ മൂപ്പർക്ക് ഇപ്പോഴും ജയിലിൽ വന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സംഭവം ഉണ്ടായി. ഒരു ജയിൽ വാർഡൻ ഒരു കുശാണ്ടം ഒപ്പിച്ചു. മുമ്പ് ഒരു വാർഡനും ചെയ്യാത്തതാണത്. പ്രത്യേകം ശ്രദ്ധിക്കണമിത്. നമുക്ക് ആ വാർഡറെ കുശാണ്ട വാർഡർ എന്ന് വിളിക്കാം. കുശാണ്ട വാർഡറുടെ ചെയ്തി എൻ്റെ ക്ലാസ്മേറ്റിന് പിടിച്ചില്ല. ഈ ജയിലിൽ നടക്കുന്ന ബിസിനസ്സിൻ്റെ ലാഭത്തിൻ്റെ ഒരംശം ഒരുമാതിരി വാർഡന്മാർക്ക് എല്ലാവർക്കുമുണ്ട്. ജയിലിന് പുറത്ത് ദൂരെ ചില സ്ഥലങ്ങളിൽ പാറ പൊട്ടിക്കാനും മറ്റുമായി കുറേ അധികം ജയിൽ പുള്ളികളെ പുറത്തേക്ക് കൊണ്ടുപോകും. ആ ഭാഗങ്ങളിൽ ആർപ്പാർപ്പുള്ള ധാരാളം കുടിലുകളുമുണ്ട്. അവിടെയാണ് മൊത്ത കച്ചവടം. പിന്നെ അങ്ങനെ എൻ്റെ ക്ലാസ്മേറ്റ് ജയിലിലെ ഒരു വലിയ ബിസിനസ്മാനായിത്തീരുന്നു. ലങ്കോട്ടി വഴിയാണ് പലതും ജയിലിനകത്തേക്ക് വരുന്നത്. ഗേറ്റിൽ പരിശോധനയുണ്ട്. തുണി ഒന്ന് ഉരിഞ്ഞു കാണിക്കണം. 4 നിമിഷം മതി, ക്ലീൻ. എന്താണെന്ന് വെച്ചാൽ തൊപ്പി, ഷർട്ട്, മുണ്ട്, തോർത്ത്, ഇത്രയും ജയിലിൽ നിന്നും കൊടുക്കുന്നതാണ്. അതൊക്കെ പരിശോധിച്ചു. അതിലൊന്നും ഒരു ചുക്കും കണ്ടില്ല. ലങ്കോട്ടി ജയിലിന് അജ്ഞാതമാണ്. ഒരു പക്ഷേ അത് മനുഷ്യരുടെ ഒരു ഭാഗമായിരിക്കാം. ഇങ്ങനെ പോകുന്നു കിസ്സ. ഇതിലൊന്നും കാര്യമായി ശ്രദ്ധിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വേറെയാണ്. നമ്മുടെ കുശാണ്ട വാർഡൻ ഒരു കുശാണ്ടം ഒപ്പിച്ചു എന്ന് പറഞ്ഞുവല്ലോ. ആ കുശാണ്ട വാർഡറുടെ കരണക്കുട്ടിക്ക് 2 സുന്ദരൻ വേക്ക് എൻ്റെ ക്ലാസ്മേറ്റ് വെച്ചു കൊടുത്തു. വിവരം ജയിലാകെ അറിഞ്ഞു. ആൺ ജയിൽ തന്നെയല്ല, പെൺ ജയിലും. രണ്ടിനും രോമാഞ്ചമുണ്ടായി. എൻ്റെ ക്ലാസ്മേറ്റിന് മുക്കാലയിൽ കെട്ടി 12 നല്ല അടി കിട്ടി. ക്ലാസ്മേറ്റിൻ്റെ ശിക്ഷ വർദ്ധിച്ചു. 3 കൊല്ലമായി. മുറിവുകൾ ഉണങ്ങി. എൻ്റെ ക്ലാസ്മേറ്റ് ശരിക്കും നടന്നു തുടങ്ങി. വെളിയിൽ കല്ല് പൊട്ടിക്കാൻ പോകണമല്ലോ. പക്ഷേ കുശാണ്ട വാർഡൻ അതിനെതിരെ. നിങ്ങൾക്കെന്നെ അറിഞ്ഞുകൂടാ, എൻ്റെ നാടും അറിഞ്ഞുകൂടാ, നാ പിടിച്ചോ എന്നുള്ള ഒരു ഉശിരൻ മുഖപ്രസംഗത്തോടെ എൻ്റെ ക്ലാസ്മേറ്റ് വെച്ചു കൊടുത്തു കുശാണ്ടൻ വാർഡൻ്റെ ചങ്കിന് 2 കുത്ത്. മേമ്പൊടി എന്നവണ്ണം നാഭിക്കൊരു പരമരസികൻ തൊഴിയും. ഇതിൽ കാര്യമായ തെറ്റൊന്നുമില്ല. ജയിലിന് വെളിയിലായാലും കുശാണ്ടൻ വാർഡൻ ജയിലിൽ ചെയ്ത ചെയ്തികൾ കേട്ടാൽ അയാൾ ആരും ഓടിച്ചിട്ടടിക്കും. അത്രയ്ക്ക് സംസ്കാരശൂന്യമായ പണിയാണ് അയാൾ ചെയ്തത്. എൻ്റെ ക്ലാസ്മേറ്റിന് മുക്കാലിൽ കെട്ടി 24 അടി കൂടി കിട്ടി. അദ്ദേഹം അതെല്ലാം നിന്നുകൊണ്ടു. ബോധക്ഷയം ഉണ്ടായില്ല. ശിക്ഷ അങ്ങനെ 6 കൊല്ലമായി. ജയിലിലെ കുശാണ്ട വാർഡൻ ഒറ്റപ്പെട്ടു. പുള്ളികളായ പുള്ളികളുടെയെല്ലാം നോട്ടപ്പുള്ളിയായി. ഓരോരുത്തരുടെയും കണ്ണുകളിൽ അയാൾ കണ്ടത് കൊലപാതകയുടെ തിളക്കമാണ്.
കഴുത്തിന് ഞെക്കിപ്പിടിച്ച് കൊന്നുകളഞ്ഞെങ്കിലോ? വെളിയിൽ അത്യാവശ്യമായ ജോലിയുണ്ടെന്ന് ഉള്ള കാരണം പറഞ്ഞ് കുശാണ്ടവാടൻ പേടിച്ച് ജോലി രാജിവെച്ചു പോയി. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊക്കെ പറയാറുണ്ടല്ലോ. ജയിലിൽ ഒറ്റക്കെട്ടായി തന്നെ നിന്നു. കല്ല് പൊട്ടിക്കാൻ വെളിയിൽ പോയില്ലെങ്കിലും ജയിലിലെ കച്ചവടമെല്ലാം നടത്തുന്നത് എൻ്റെ ക്ലാസ്മേറ്റാണ്. ഈ വിധമെല്ലാം പരമസൗഖ്യത്തിൽ ഞാൻ ജീവിക്കുന്നു. അത്യാവശ്യ സാധനങ്ങളെല്ലാം എൻ്റെ കൂട്ടിലുണ്ട്. ഇത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. പലപ്പോഴും ഒരു അസിസ്റ്റന്റ് ജയിലർ എൻ്റെ ലോക്കപ്പിൽ വരും. ഹാറ്റും കാക്കി ഷർട്ടും കാക്കി പാൻറ്റും ഷൂസും ധരിച്ച് വിനോദപ്രിയനായ ഒരു വെളുത്ത ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ അനിയൻ ജയിലർ എന്നാണ് പുള്ളികൾ വിളിക്കുന്നത്. അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത് ലോക്കപ്പ് പരിശോധനയ്ക്കായല്ല, ചുമ്മാ വർത്താനം പറയാനാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു അൽഷേഷ്യൻ നായയുണ്ട്. ജോക്കർ എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ പരിശീലനം, വ്യായാമം, ആഹാരം എന്നീ വിഷയങ്ങളെപ്പറ്റി ഞങ്ങൾ സംസാരിക്കും. ഞാൻ കുറേ അധികം പട്ടിക്കഥകൾ പറയും. ഹനിയൻ അതെല്ലാം കേൾക്കാൻ ബഹുരസമാണ്. ഞാൻ അദ്ദേഹത്തിന് കടും ചായ ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ പക്കൽ തേയിലയും പഞ്ചസാരയും ഉണ്ടെന്ന് മിക്കവർക്കും അറിയാം. വെളുപ്പിന് 5 മണിക്ക് തൂക്കിക്കൊല്ലാൻ പോകുന്ന ചില പുള്ളികൾക്ക് രാത്രി ലേശം ചായ കുടിക്കണമെന്ന് തോന്നും. വാർഡൻ എന്നെ വിളിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് വിവരം പറയും. ഞാൻ കടും ചായ ഉണ്ടാക്കി കൊടുക്കും. 1-2 ബീഡിയും തീപ്പെട്ടിയും. ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞയക്കും. മരണത്തെ 2 വിധത്തിൽ നേരിടാമെന്ന് പറഞ്ഞയക്കും. കരഞ്ഞുകൊണ്ട്, ചിരിച്ചുകൊണ്ട്. എങ്ങനെ ആയാലും മരിക്കും. അതിനാൽ ചിരിച്ചുകൊണ്ട് തന്നെ മരണത്തെ നേരിടുക. മംഗളം. അപ്പോഴൊക്കെ ഞാൻ ഉറങ്ങാതെയിരിക്കും. 5 മണിക്കുള്ള തൂക്കിക്കൊല്ലൽ കഴിഞ്ഞ് 6 മണിക്ക് ഞാൻ കിടക്കും. മയങ്ങിപ്പോകുമ്പോഴായിരിക്കും നേതാക്കന്മാർ ആരെങ്കിലും വന്ന് എന്നെ വിളിച്ചുണർത്തുന്നത്. ഇത് ദ്രോഹബുദ്ധിയോടെയൊന്നും അല്ല. ഞാൻ മരണത്തിന് കൂട്ടിരിക്കുകയായിരുന്നു എന്നവർക്ക് അറിഞ്ഞുകൂടല്ലോ. അവിടെ വാദപ്രതിവാദങ്ങളും പൊട്ടിച്ചിരിയുമാണ്. ആകെ കൂടി ഒരു ചെറിയ ടൗൺ. തർക്കങ്ങൾ, ഒച്ച, ചിരി, ബഹളം. ചിലപ്പോൾ അനിയൻ ജയിലറുടെ കൂടെ ജയിൽ സൂപ്രണ്ടും വരും. നേതാക്കന്മാരുമായി വർത്തമാനം പറഞ്ഞിട്ട് എൻ്റെ പൂന്തോട്ടത്തിൽ വരും. എനിക്ക് വൃക്ഷങ്ങളെയും ചെടികളെയും ഒക്കെ വലിയ ഇഷ്ടമാണ്. ഓരോ വൃക്ഷത്തെയും ഓരോ ചെടിയെയും ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ വർത്തമാനം പറഞ്ഞാൽ ചെടികൾക്കും വൃക്ഷങ്ങൾക്കും മനസ്സിലാവും എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജയിൽ സൂപ്രണ്ടിന് ഇതേ ഭാവമാണ്. ഞങ്ങൾ ചെടികളെപ്പറ്റി സംസാരിക്കും, വൃക്ഷങ്ങളെപ്പറ്റി സംസാരിക്കും, അതിനിടേണ്ട വളം, ചെയ്യേണ്ട ശുശ്രൂഷകളെല്ലാം. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടക്കും. ജയിൽ സൂപ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു 6 ചട്ടി നല്ല റോസാ ചെടികളുണ്ട്. അതെല്ലാം ഈയുള്ളവൻ കൊടുത്തയച്ചതാണ്. ഈ ജയിൽ സൂപ്രണ്ടുമായുള്ള എൻ്റെ കൂട്ടുകെട്ട് എൻ്റെ സുഹൃത്തുക്കളായ ചില ചുവന്ന തൊപ്പിക്കാർക്ക് ഇഷ്ടമായില്ല. അയാളുടെ ശുപാർശ കൂടാതെ ഇവിടെ ജീവിക്കാൻ വയ്യേ. എന്തിനയാളോട് ചിരിച്ചു ഒഴിഞ്ഞ് വർത്തമാനം പറയുന്നു? അയാളല്ലേ എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മുക്കാലിയിൽ കെട്ടിയുള്ള അടി 2 ഡസനാക്കിയത്? ആ അനിയൻ ജയിലർ അയാളെക്കാൾ എത്രയോ നല്ലവൻ. സംഭവങ്ങളുടെ പോക്ക് കണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുക തന്നെ വേണം. ഒരു ചേരിയിലും ചേരാതെ ഒരു സ്വതന്ത്ര മനുഷ്യനായി എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല. ഞാൻ അധികവും കൂട്ടിൽ തന്നെയാണ്. അല്ലെങ്കിൽ ചെടികളോടോ വൃക്ഷങ്ങളോടോ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കും. ഇങ്ങനെയുള്ള ഒരു സമയത്ത് അനിയൻ ജയിലർ വന്ന് പറഞ്ഞു, രാഷ്ട്രീയ തടവുകാരെല്ലാം വിടാൻ പോകുന്നു. എല്ലാവർക്കും സന്തോഷമായി. ചിരിയും ബഹളവും മാർപ്പും. എല്ലാവരുടെയും വസ്ത്രങ്ങൾ അനിയൻ ജയിലർ വരുത്തിച്ചു തന്നു. അതെല്ലാം അലക്കി ഇസ്തിരി ഇടിച്ചു. കടലാസ് പൊതികളിലാക്കി വെച്ചു. സമൃദ്ധമായി എല്ലാവരും മുടി വെട്ടിച്ച് ഷേവ് ചെയ്തു. കൂട്ടത്തിൽ ഈയുള്ളവൻ്റെ കഷണ്ടിത്തല എളിയ തോതിലും ഉള്ള മുടിയും വെട്ടിച്ച് മുഖവും വടിപ്പിച്ചു. മീശ നിർത്തി. സുന്ദരനായി എന്ന വിശ്വാസത്തോടെ സന്തോഷിച്ചു. ഞങ്ങൾ പോകാൻ തയ്യാറായി. ഞാൻ കള്ളന്മാരും കൊലപാതകളുമായ സുഹൃത്തുക്കളോടെല്ലാം യാത്ര പറഞ്ഞു. എല്ലാവർക്കും കത്തുകൾ അയക്കാമെന്ന് പറഞ്ഞു. എല്ലാവർക്കും പുസ്തകങ്ങൾ അയച്ചു കൊടുക്കാമെന്നേറ്റു. അങ്ങനെ വിടുതൽ സമയവും പ്രതീക്ഷിച്ചിരിപ്പായി. വിടാൻ ഓർഡർ വന്നു. വിട്ടു, ഒരാളെ ഒഴിച്ച്. ഈ പാവപ്പെട്ടവനെ വിടാൻ ഓർഡറില്ല. പിശകിയതായിരിക്കും. അനിയൻ ജയിലർ ഓടി ജയിൽ സൂപ്രണ്ടിനെ കൊണ്ട് എനിക്കായി ഒരു സ്പെഷ്യൽ ഫോൺ ചെയ്യിപ്പിച്ചു. ശരി തന്നെ, ഈ ഉള്ളവനെ വിടുന്നില്ല. നല്ലത്. വേണ്ടത്ര പാകത വരാത്തത് കൊണ്ടായിരിക്കും. നേതാക്കന്മാർ ആഹ്ലാദത്തോടെ യാത്രയായി. ഇനോസ് ഫ്രൂട്ട് സോൾട്ട്, കോൾമാർക്സിൻ്റെ ക്യാപിറ്റൽ, 2 പെട്ടി ചീട്ടുകൾ, ഒരു ചെറിയ കുപ്പി നിറയെ നാരങ്ങ ഉപ്പിലിട്ടത്, വലിയ ഒരു മിഠായി ടൺ നിറയെ കായ വറുത്തത്, വലിയ ഒരു പാളപ്പൊതി നിറയെ ശർക്കര ഉപ്പേരി, കുറെ ഇടിച്ചു കൂട്ടിയ പുകയില, വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ്. എല്ലാറ്റിൻ്റെയും ഏക അവകാശി ഈ ഉള്ളവനായി തീരുന്നു. മന്ദഹാസത്തോടെ നേതാക്കന്മാർ എല്ലാവരും പോയി. ശബ്ദമില്ല, അനക്കമില്ല. ആളൊഴിഞ്ഞു പോയ പട്ടണത്തിൽ ഞാൻ തനിച്ചായതുപോലെ. അല്ലെങ്കിലും ഈ മഹാലോകത്തിൽ തനിച്ചാണല്ലോ.
തീറ്റാൻ വിടുന്ന കൂട്ടത്തിൽ നിന്നും ഒരു മുട്ടനാടിനെ മാത്രം വിടാതെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. എന്തിന്? കശാപ്പിന് തന്നെ. ഏതൊരു വലിയ ആപത്ത് വരാൻ പോകുന്നത് പോലെ. ചിരിയില്ല, സന്തോഷമില്ല, യാതൊന്നുമില്ല. ആകെ കൂടെ മനസ്സിൽ രാവും പകലുമല്ലാത്തൊരു നില. കോൾമാർക്സിൻ്റെ ക്യാപിറ്റൽ ഞാൻ അനിയൻ ജയിലർക്ക് കൊടുത്തു. ശർക്കര ഉപ്പേരി ആശുപത്രിയിലും മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും കൊടുക്കാൻ ഏൽപ്പിച്ചു. ചീട്ടുകെട്ടുകൾ എൻ്റെ ക്ലാസ്മേറ്റിന് പ്രത്യേകം കൊടുത്തു. മുറുക്കാനുള്ളത് കഞ്ഞി കൊണ്ടുവരുന്ന കൊലപാതക ശിഷ്യന് കൊടുത്തു. കായ വറുത്തത് കുറേശ്ശെ എല്ലാവർക്കും കൊടുത്തു. കായ വറുത്തത് ബാക്കി അരപ്പാട്ട. നാരങ്ങ ഉപ്പിലിട്ടത് മുഴുവനും ഈനോസ് ഫ്രൂട്ട് സാൾട്ടും എൻ്റെ ലോക്കപ്പിലിരുന്നു. 1-2 ദിവസം കഴിഞ്ഞ് ഈനോസ് ഫ്രൂട്ട് സാൾട്ട് ജയിലിന് വെളിയിൽ വൻമതിലിന് മുകളിലൂടെ വലിച്ചെറിഞ്ഞു. എന്നിട്ടിങ്ങനെ ഭയസംഭ്രമങ്ങളോടെ ജീവിച്ചു. ആകെ കൂടി ഞാൻ പറഞ്ഞില്ലേ, മനസ്സിന് സുഖമില്ല. എനിക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത്? മറ്റുള്ളവരെ നമുക്ക് ഉപദേശിക്കാം, ധീരതയോട് അഭിമുഖീകരിക്കൂ എന്നെല്ലാം പറയാം. കരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് നേരിടുക. ദൈവമേ, എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ വളരെ വളരെ നിസ്സാരനായ ഒരു മനുഷ്യനാണ്, ശുദ്ധപാവം. എന്നെ രക്ഷിക്കൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ജയിൽ ചാടാൻ ഉറച്ചു. എനിക്കും പുറം ലോകത്തിനും ഇടയ്ക്ക് 2 ചുവരുകളുണ്ട്. ഒന്ന് തുളച്ച് പുറത്തിറങ്ങി മറ്റൊന്ന് കയറി ഇറങ്ങണം. ജയിൽ വാർഡൻ രാത്രി കിടന്നുറങ്ങും. കാറ്റും മഴയും ഇടിമിന്നലുമുള്ള ഘോര രാത്രി വരട്ടെ. ജയിൽ ചാടാനുള്ള പദ്ധതി താഴെ പറയുന്ന വിധം ഞാൻ സംഘടിപ്പിക്കും. എൻ്റെ ചിന്ന ജയിലായ ലോക്കപ്പിൻ്റെ ചുവര് വളരെ കട്ടിയുള്ളതല്ല. അത് തുറന്ന് വെളിയിലിറങ്ങാൻ എൻ്റെ പക്കൽ ആയുധമുണ്ട്. രാത്രിയുടെ ഏകാന്തതയിൽ വെളിയിലിറങ്ങുന്നു. പിന്നെ ജയിലിൻ്റെ ഉയർന്ന പുരാതന മതിൽ. അത് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതാണ്. 2 ഇഷ്ടികകളുള്ള ഇടയിൽ ഒരു കുമ്മായമുണ്ട്. ഒരു 10-12 വലിയ ആണികൾ വേണം. കരിങ്കല്ല് കഷ്ണത്തിൽ തുണി പൊതിഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ ആണി അടിച്ചു കയറ്റണം. അങ്ങനെ മതിലിന് മുകളിൽ എത്തുന്നു. ജമുക്കളം, കരിമ്പടം, മുണ്ട്, തോർത്തുകൾ കയറാക്കി കയറിൻ്റെ തുരുമ്പ് ആണിയിൽ കെട്ടി പതുക്കെ മറുവശത്ത് ഊർന്നു തൂങ്ങി ഇറങ്ങി രക്ഷപ്പെടാം. പ്ലാൻ പറ്റും. ആണികൾ വേണമല്ലോ. ജയിലിൻ്റെ മതിലിനരികിൽ ഒരു മൂലയിൽ അനേകം കക്കൂസ് ബക്കറ്റുകൾ തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് കിടപ്പുണ്ട്. തൂക്കിപ്പിടിക്കാനുള്ള അതിൻ്റെ വളയങ്ങൾ യാതൊരു കേടുപാടും കൂടാതെ വളരെയേറെ കിടപ്പുണ്ട്. ഞാനതെല്ലാം എടുത്ത് തല്ലി നിവർത്തി ആണികളാക്കി ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു. ഒരു 30 എണ്ണം. എന്നിട്ടും കാത്തിരിപ്പായി. വരട്ടെ. കാറ്റും മഴയും ഇടിമിന്നലുമുള്ള ഘോരരാത്രികൾ. അങ്ങനെ വരുന്നു ഒരു പകൽ. ചുവന്ന തൊപ്പിക്കാരനായ എൻ്റെ കുറേ സുഹൃത്തുക്കളും ശിഷ്യന്മാരും ഒരു വാർഡനും കൂടി വന്നു. അവർ പെൺജയിലിൻ്റെ മതിലിനടുത്തൊരു പച്ചക്കറി തോട്ടമുണ്ടാവാൻ വരുന്നു. ഇല്ല, എനിക്കൊന്നിലും താല്പര്യമില്ല. ജീവിതത്തിൻ്റെ ചൂടും വെളിച്ചവും പോയിരിക്കുന്നു. നിങ്ങളുടെ പാട്ടിന് പോ. ആർക്ക് വേണം പച്ചക്കറി? കാറ്റും മഴയും ഇടിക്കുടുക്കവുമുള്ള ഘോരരാത്രിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. എന്നെ ശല്യപ്പെടുത്തല്ലേ. പക്ഷെ അവർ വിട്ടില്ല. ചുമ്മാ എന്തിനും മുനി പോലിരിക്കുന്നു. പണ്ട് ഗുരുവിനോടൊന്നിച്ച് ഇരുണ്ട ഗുഹയിൽ ധ്യാനിച്ച മുനിയാണ് ഞാൻ. ഞാനും ചെന്നു. ഞാനും സഹായിച്ചു. ഞങ്ങൾ തോട്ടമുണ്ടാക്കി. അപ്പോൾ ഒരു സുഹൃത്ത് ഒരു വിശേഷം കാണിച്ചു തന്നു. ഒരുമാതിരി ചുവന്ന മതിലിൻ്റെ താഴത്ത് സിമൻ്റ് അടിച്ച വലിയ കറുത്ത പപ്പടം മാതിരി ഒരു വൃത്തം. മുമ്പ് അത് ഭേദപ്പെട്ട ഒരു വലിയ തുള. അനേക ദിവസങ്ങളിലെ, അനേക മാസങ്ങളിലെ, അനേക ആണുങ്ങളുടെ പ്രേമനിർഭരമായ നിമിഷങ്ങളിലെ അത്യുദ്ധാനമായിരുന്നു ആ തുള. അതെങ്ങനെ നിന്നു? ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ അങ്ങനെ നിന്നു. ജയിൽ പുള്ളികളെല്ലാം മര്യാദക്കാരും അനുസരണയുള്ളവരുമായി. ആ തുള വഴി പെൺജയിലും ആൺജയിലും മുഖവും മറ്റും കണ്ടിരുന്നു. മുഖവും മറ്റും ശബ്ദം കേട്ടിരുന്നു. മണം പിടിച്ചിരുന്നു. സന്തോഷം. പെണ്ണിൻ്റെ മണം അതുവഴി ആൺജയിലിൽ പരന്നിരുന്നു. പരമസുഖം, സംതൃപ്തി. ഇത് വളരെ ഭദ്രമായ രഹസ്യമൊന്നും ആയിരുന്നില്ല. കണ്ടില്ല, കേട്ടില്ല, അങ്ങനെ പോയി സംഭവം. ഇവിടെ വേണമെങ്കിൽ ഒരു ഉയർന്ന പീഠത്തിലിരുന്ന് സദാചാരത്തെപ്പറ്റിയും സംസ്കാരത്തെപ്പറ്റിയും ഉഗ്രൻ പ്രസംഗം നടത്താം. വാദോരാതെ ഉപദേശിക്കാം. ചുമ്മാ പോ. എന്നാൽ സർവഗുണ സമ്പൂർണനായ ഹേ മഹാത്മാവേ, ഞങ്ങൾ കാമക്രോധികളുള്ള വെറും മനുഷ്യരാണ്. വളരെ ബലഹീനതകൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളോട് കരുണ കാണിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഹേ ആൺപെൺ ആകർഷണത. മറക്കല്ലേ, ആകർഷണം. ദൈവത്തിൻ്റെ ദിവ്യമായ സഹാനുഭൂതിയോടെ വേണം നിങ്ങൾ ഞങ്ങളെ നോക്കാൻ. നോക്കി, എല്ലാവരും നോക്കി. എന്നാ കുശാണ്ടൻ വാർഡൻ ഇവിടെ ഒരു നല്ല ബിസിനസ് കണ്ടു. ആ തുളയിലൂടെ നോക്കുന്നതിനൊരു ചെറിയ നികുതി ചുമത്തി. ഒരാൾക്കൊരാണ. ഇവിടെ പാവപ്പെട്ടവനും പണക്കാരനുമുണ്ട്. പാവങ്ങൾ എന്തു ചെയ്യും? ലൈംഗികദാഹം സമം.
എൻ്റെ ക്ലാസ്മേറ്റ് പറഞ്ഞു, വാർഡറെ ഇത് ശരിയല്ല, ശരിയല്ലെങ്കിൽ ഞാൻ ഈ തുള അടച്ചു കളയും. കുശാണ്ടൻ വാർഡർ ഭീഷണിപ്പെടുത്തി. തന്നെയുമല്ല, സിമൻ്റ് ഇട്ട് കുശാണ്ടൻ വാർഡൻ ആ തുള ക്രൂരതയോടെ അടച്ചു കളഞ്ഞു. സ്ത്രീയുടെയും പുരുഷൻ്റെയും ചോര ഒഴിച്ചല്ല ആ സിമൻ്റ് കുഴച്ചത്. എങ്കിലും ശിരസ് കുനിച്ച് ഒരു സിമൻ്റിട്ട ഭാഗം ഞാൻ മണപ്പിച്ചു നോക്കി. പെണ്ണിൻ്റെ മണമുണ്ടോ? 4.5 കൊല്ലവും 36 അടിയും എൻ്റെ ക്ലാസ്മേറ്റിന് കിട്ടിയത് ഇങ്ങനെയാണ്. സന്തോഷത്തോടെ ഞങ്ങൾ പച്ചക്കറിത്തോട്ടം നിർമ്മിച്ചു. എൻ്റെ ജയിൽ ഭാഗം ശൂന്യം. ഞാനും ഉറക്കം തൂങ്ങുന്ന ഒരു വാർഡനും മാത്രം. ഒരു വലിയ മതിൽക്കെട്ടിനുള്ളിൽ ഞാൻ മാത്രം. രാവിലെ പച്ചക്കറി തോട്ടം നനയ്ക്കാൻ 2 പേർ വരും. ഒരു പ്രത്യേക വാർഡറുടെ അകമ്പടിയോടെ ഞാൻ ചുമ്മാ നടക്കും. തകർന്നടിഞ്ഞ മഹാനഗരത്തിൻ്റെ ഏകാന്തമായ തെരുവീഥികളിലൂടെ എന്ന പോലെ മ്ലാനത, എങ്ങും നിശബ്ദത. ഞാൻ നടന്നു പോകുമ്പോൾ ഇടയ്ക്ക് നിന്നു പോവും. ഈ നിശബ്ദത ഘനീഭവിക്കാൻ പോവുകയാണോ? ഞാൻ ചൂള കുത്തും. ചെടികളോടും വൃക്ഷങ്ങളോടും വർത്തമാനം പറയും. അവിടെ ഒരുപാട് അണ്ണാനുണ്ട്. ഒന്നിനെ പിടിച്ച് വളർത്തുക തന്നെ എന്ന് തീരുമാനിച്ചു. ഓടിച്ച് മരത്തിൽ കയറ്റും. എന്നിട്ട് എറിഞ്ഞു വീഴിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ദിവസം പെൺജയിലിൻ്റെ മതിലിലൂടെ ചൂള കുത്തിക്കൊണ്ട് തനിച്ചങ്ങനെ നടക്കുമ്പോൾ ഒരു സ്വർഗീയ നാദം. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായ ശബ്ദം. മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് പെൺജയിലിൻ്റെ വക ഒരു ചോദ്യം. ആരവിടെ ചൂളയടിക്കുന്നത്? പെട്ടെന്ന് സുഗന്ധവും പ്രകാശവും പരന്നതുപോലെ അത്ഭുതം. ആൺജയിലിൽ നിന്നല്ല. എനിക്ക് രോമാഞ്ചമുണ്ടായി. ഞാൻ തിക്കും പൊക്കും നോക്കി. എന്നിട്ടും ധൈര്യത്തോടെ പറഞ്ഞു, ഞാനാണ്. ഞാൻ ആകെ ഇളകി. പെണ്ണ്. കുറേ ഉച്ചത്തിൽ തന്നെ വേണം വർത്തമാനം പറയാൻ. അവൾ മതിലിൻ്റെ അപ്പുറത്ത്, ഞാൻ ഇപ്പുറത്ത്. അവൾ ചോദിച്ചു, പേരെന്താ? ഞാൻ പേര് പറഞ്ഞു കൊടുത്തു. ശിക്ഷയുടെ കാലാവധി, എൻ്റെ തൊഴിൽ, ഞാൻ എഴുതിയതായ രാജദ്രോഹ കുറ്റം എല്ലാം. അവളും ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെപ്പറ്റി പറഞ്ഞു. അവളുടെ സുന്ദരമായ പേര് നാരായണി. അവളുടെ സുന്ദരമായ വയസ്സ് 22. അവൾക്ക് എഴുതാനും വായിക്കാനും അറിയാം. ശകലം വിദ്യാഭ്യാസമുണ്ട്. 14 വർഷത്തേക്കാണ് കഠിന തടവ്. വന്നിട്ട് 1 കൊല്ലമായി. സന്തോഷമില്ലാത്ത 1 കൊല്ലം. ഞാൻ പറഞ്ഞു, നാരായണി, നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. അങ്ങനെയാണോ? കുറച്ചു നേരത്തെ നിശബ്ദത. എന്നിട്ട് നാരായണി ചോദിച്ചു, എനിക്ക് ഒരു റോസാച്ചെടി തരുമോ? ഞാൻ ചോദിച്ചു, നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? നാരായണി പറഞ്ഞു, ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? അവൾ പറയുന്നത് കേട്ടോ, രഹസ്യങ്ങളൊന്നുമില്ലെന്ന്. എനിക്ക് പെൺജയിലിനെ പറ്റി എന്തറിയാം? അവിടെയുള്ള സ്ത്രീകളെപ്പറ്റി എന്തറിയാം? നാരായണി വീണ്ടും ചോദിച്ചു, ഒരു റോസാച്ചെടി തരികയില്ലേ? നാരായണി, ഞാൻ ഹൃദയം പറഞ്ഞു പോകുന്ന ശക്തിയോടെ ഉച്ചത്തിൽ കൂവി. ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും നാരായണിക്ക് തരും. നാരായണി ചിരിച്ചു. അനേകായിരം ചെറിയ തങ്കമണികൾ കിലുങ്ങും വണ്ണം. അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം 100,000 ചെറുകഷ്ണങ്ങളായി ചിതറിപ്പോയതുപോലെ. അവൾ പറഞ്ഞു, 1 മതി, ഒരെണ്ണം മതി, തരുമോ? അവൾ ചോദിക്കുന്നത് കേട്ടോ, ഒരെണ്ണം തരുമോ എന്ന്. നാരായണി എന്താണ് ചെയ്യുക? കെട്ടിപ്പിടിച്ച് ഞെരി ചുമ്മാ വെച്ച് ശ്വാസം മുടിച്ച് കളയണം, പിന്നല്ലാതെ. നാരായണി, ഞാൻ വിളിച്ചു പറഞ്ഞു. അവിടെ തന്നെ നിൽക്ക്, ഒന്നിപ്പോൾ കൊണ്ടുവരാൻ കേട്ടോ. നാരായണി പറഞ്ഞു. കേട്ടു. ഞാൻ ഓടി. അപ്പോൾ എന്നെ കണ്ട അണ്ണാരക്കണ്ണന്മാരെല്ലാം ഓടി മരങ്ങളിൽ കയറി. ഞാൻ പറഞ്ഞു, എന്താടാ വടുക്കൂസുകളെ ഓടി മരത്തിൽ കയറുന്നത്? നാണമില്ലേ? ചുമ്മാ ഇറങ്ങി ഇവിടെയെല്ലാം നടക്കട്ടെ. എന്നിട്ട് ഓടി പനിനീർ തോട്ടത്തിൽ ചെന്നു. അത്ഭുതം! പൂവുകളെല്ലാം പുതുമന്ദഹാസത്തോടെ വെയിലിൽ കുളിച്ചു നിൽക്കുന്നു. ഏറ്റവും ഭംഗിയും വളരെയധികം കമ്പുകളുമുള്ള ഒരു റോസാച്ചെടി. വേരുകൾ പൊട്ടിക്കാതെ ചേന മാതിരി ചുറ്റും മണ്ണു നിർത്തിയെടുത്തു. ചുവട് ഒരു ചാക്കിൽ കഷ്ണത്തിൽ കെട്ടി ഭദ്രമായി വരിഞ്ഞു കെട്ടി. ചിലകളെല്ലാം ഒതുക്കി കെട്ടി. എന്നിട്ട് ഓടി മതിലിനടുത്ത് ചെന്നു. നാരായണി, ഞാൻ വിളിച്ചു. ആരും വിളി കേട്ടില്ല. അവൾ പോയോ? എടീ നാരായണി, ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോൾ ഒരു ചിരിയുണ്ട്. എന്നിട്ട് എന്തോ? ഞാൻ ചോദിച്ചു, ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട്? ഞാൻ മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി,
അവൾ ചിരിച്ചു. അവൾ ചോദിച്ചു, റോസാ ചെടി കൊണ്ടുവന്നോ? ഞാൻ മിണ്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചുംബിക്കുകയായിരുന്നു. ഓരോ പനിനീർ പൂവിലും, ഓരോ മുട്ടിലും, ഓരോ തളിരിലും. നാരായണി എൻ്റെ പേര് പറഞ്ഞു വിളിച്ചു. ഞാൻ മിണ്ടിയില്ല. ഞാൻ ചുംബിക്കുകയായിരുന്നു, ഓരോ മുള്ളിലും, ഓരോ കമ്പിലും. പിന്നെയും നാരായണി ഉത്കണ്ഠയോടെ എൻ്റെ പേര് വിളിച്ചു. ഞാൻ വിളി കേട്ടു. അപ്പോൾ നാരായണി പരിഭ്രമത്തോടെ പറഞ്ഞു, ദൈവത്തിന് ഇങ്ങനെ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ? ഞാൻ ചോദിച്ചു. വിളിച്ചിരുന്നെങ്കിൽ? അവൾ ചോദിച്ചു. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ? അവൾ പറഞ്ഞു. ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. അതുവ്വ, ഞാൻ പറഞ്ഞു. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ? ഞാൻ വിളിച്ചിട്ട് എന്താ പിന്നെ ഇത്രയും നേരം വിളി കേൾക്കാഞ്ഞത്? ഞാൻ പറഞ്ഞു, ഞാൻ ചുംബിക്കുകയായിരുന്നു. മതിലിലോ? അല്ല. പിന്നെ? ഓരോ റോസാപ്പൂവിലും, ഓരോ കമ്പിലും, ഓരോ ഇലയിലും. നാരായണി പറഞ്ഞു. ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. ഞാൻ വിളിച്ചു, നാരായണി. എന്തോ? ചുവട്ടിലെ കെട്ടഴിക്കരുത്. ഒരു കുഴി കുടിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വയ്ക്കുക. എന്നിട്ട് മണ്ണിട്ട് വെള്ളമൊഴിക്കണം. കേട്ടോ? കേട്ടു. ഞാൻ പറഞ്ഞു, എന്നാൽ ദാ വരുന്നു. കൂട്ടിക്കെട്ടിയ ശിഖരത്തിൽ പിടിച്ച് ആഞ്ഞു പൊക്കി വൻമതിലിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടുകൊടുത്തു. കിട്ടിയോ? ദൈവമേ, ഒരു മഹാസാമ്രാജ്യം കിട്ടിയ സന്തോഷത്തോടെ നാരായണി പറഞ്ഞു. കിട്ടി. ഞാൻ പറഞ്ഞു, കമ്പുകളിലെ കെട്ടുകൾ അഴിക്കണം. അഴിക്കാം, അവൾ പറഞ്ഞു. ഞാൻ പൂക്കളെല്ലാം നുള്ളിയെടുത്ത് വയ്ക്കാൻ പോവുകയാണ്. എവിടെ? മുടിക്കെട്ടിലോ? അല്ല. പിന്നെ? ഹൃദയത്തിനുള്ളിൽ, ബ്ലൗസിനുള്ളിൽ. അതിലെൻ്റെ ചുംബനങ്ങളുണ്ട്. ഞാൻ മതിൽ ചാരി നിന്നു. മതിലെ ഞാൻ പതുക്കെ തലോടി. നാരായണി പറഞ്ഞു, ഞാൻ നട്ട് വെള്ളം ഒഴിച്ചിട്ട് വരാം. എപ്പോഴും മതിലിൻ്റെ മുകളിൽ നോക്കണം. ഞാൻ വരുമ്പോൾ ഒരു ഉണങ്ങിയ കമ്പ് എപ്പോഴും മതിലിന് മുകളിലേക്കിടും. കണ്ടാൽ വരുമോ? ഞാൻ പറഞ്ഞു, വരും. ഒരു കരച്ചിൽ മാതിരി. എൻ്റെ ദൈവമേ, എന്താ നാരായണി? നാരായണി പറഞ്ഞു, എനിക്ക് കരയാൻ തോന്നുന്നു. ഞാൻ ചോദിച്ചു, കാരണം എന്ത്? നാരായണി പറഞ്ഞു, അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, നാരായണി പോയി കുഴിച്ചിട്ടിട്ട് വരൂ. ഞാൻ ഉണക്കക്കമ്പിടും. ഞാനത് നോക്കിയിരിക്കും. കണ്ടാൽ വരുമോ? വരും. ഞാൻ എൻ്റെ ലോക്കപ്പിൽ ചെന്നു. വൃത്തികേടിൻ്റെ കഷ. ഞാനതെല്ലാം തൂത്തുവാരി വെടുപ്പാക്കി. കിടക്ക വളരെ കാലമായിട്ട് ശരിക്കൊന്ന് കുടഞ്ഞു വിരിച്ചു. ലോക്കപ്പിനകം ആകെ ഒരു ചിട്ടയും ചന്തമൊക്കെ വരുത്തി. എന്നിട്ട് ദൂരെ മതിലിൻ്റെ മുകളിലായ ആകാശം നോക്കിയിരിപ്പായി. ഉണങ്ങിയ കമ്പ് ഉയരുന്നത് കാണുന്നില്ല. ദൈവമേ, നാരായണി, എൻ്റെ കാര്യം മറന്നുപോയോ? ഉണങ്ങിയ കമ്പ് ആകാശത്തിൽ ഉയരുകയല്ല എന്ന് വിചാരിച്ചപ്പോൾ പ്രപഞ്ചമേ, സുന്ദരമായൊരു കാഴ്ച. ഉണങ്ങിയ കമ്പ് ആകാശത്തേക്ക് ഉയരുന്നു. ഞാൻ അനങ്ങിയില്ല. കമ്പ് പിന്നെയും ഉയർന്നു. ഞാൻ അനങ്ങിയില്ല. കമ്പ് പിന്നെയും ഉയർന്നു. ഞാൻ അനങ്ങി. പിന്നെ എണീറ്റ് ഓടിപ്പാഞ്ഞു ചെന്നു. അണ്ണാറക്കണ്ണന്മാർ അനേകം പേർ മരങ്ങളിൽ പ്രാണഭീതിയോടെ പാഞ്ഞു കയറി. എന്നെ കണക്കിന് പുലഭ്യം പറഞ്ഞു. ഞാൻ വിളിച്ചു, നാരായണി. മതിലിൻ്റെ അപ്പുറം നിശബ്ദം. ഞാൻ വീണ്ടും വിളിച്ചു. ഒടുവിൽ അവൾ ദേഷ്യത്തോടെ വിളി കേട്ടു. എന്താണ്? എന്താ വേണ്ടത്? ഓഹ്, നാരായണി പറഞ്ഞു. പിന്നല്ലാതെ, കമ്പെറിഞ്ഞ് കൈയുടെ കുഴ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, ഞാൻ തടവി ശരിപ്പെടുത്താം. അവൾ പറഞ്ഞു, എന്നാ കൈ തടവി ശരിപ്പെടുത്ത്. ഞാൻ മതിൽ കൊള്ളിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാനീ മതിലിൽ തടവുന്നുണ്ട്, ചുംബിക്കുന്നുമുണ്ട്. അവൾ പറഞ്ഞു, ഞാൻ മതിലിൽ നെഞ്ചമർത്തി ചുംബിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നാരായണി, അവിടെ എത്ര സ്ത്രീകളുണ്ട്? നാരായണി ചിരിച്ചു. അവൾ പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ. കള്ളിപ്പെണ്ണേ, നേര് പറയൂ, എത്ര എണ്ണമുണ്ട്? കുറേ എണ്ണമുണ്ട്. എല്ലാം പടുകിഴവികളാണ്. എത്ര? 87. സുന്ദരികൾ എത്ര? കിഴവികൾ എത്ര? നാരായണി പറഞ്ഞു, ഒരു സുന്ദരിയും 86 പടുകിഴവികളും. ഞാൻ തോറ്റു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ജയിലിൽ റോസാച്ചെടികളില്ലേ? ഇല്ല, നാരായണി പറഞ്ഞു. ഒന്നുമില്ല. കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, കേൾക്കുന്നുണ്ട്.
നാളെ ബജറ വറുത്ത് പൊടിച്ചത് ഒരു സഞ്ചിയിലാക്കിയിട്ട് തരാം. ചക്കര ചേർത്ത് തിന്നണം. തിന്നുമോ? തിന്നും. ഇല്ല, നാരായണി തീർത്തു പറഞ്ഞു. വലിച്ചെറിഞ്ഞു കളയും. ഞാനോ? ഞാൻ പറഞ്ഞു. ഒരു തലി പോലും കളയുകയില്ല. നാരായണി ചോദിച്ചു. മുഖം എങ്ങനെ? ഒരു ശകലം നീണ്ടു വെളുത്തതാണ്. മുടി ക്രാപ്പ് ചെയ്തിരിക്കുന്നു. ലേശം കഷണ്ടയുണ്ട്. കണ്ണുകൾ? ഞാൻ പറഞ്ഞു. ഒരുമാതിരി ചെറിയ ആനക്കണ്ണ്. നാരായണി പറഞ്ഞു. എൻ്റേത് വലിയ ആനക്കള്ളുകളാണ്. നെഞ്ച് കുറച്ച് വിരിഞ്ഞതാണ്. നാരായണി പറഞ്ഞു. എൻ്റെ നെഞ്ചും വിരിഞ്ഞതാണ്. അരക്കെട്ട്? ഞാൻ പറഞ്ഞു. എൻ്റെ അരക്കെട്ട് ഒതുങ്ങിയതാണ്. നാരായണി പറഞ്ഞു. എൻ്റെ അരക്കെട്ട് എങ്ങനെയാണെന്നാണോ? പറയാൻ മനസ്സില്ല. ഞാൻ പറഞ്ഞു. വീപ്പക്കുറ്റി പോലത്തെ. നാരായണി ചെറുതായൊന്ന് അലറി. അവൾ പറഞ്ഞു. എനിക്ക് മാന്തി പൊളിച്ച് കടിച്ചു കീറാൻ തോന്നുന്നുണ്ട്. നാരായണി, എന്തോ? നിറമെന്ത്? എവിടത്തെ? സുന്ദരമായ നിൻ്റെ മുഖത്തിൻ്റെ കുറച്ച് വെളുത്തതാണ്. ഞാൻ വിളിച്ചു. നാരായണി, എന്തോ? പെണ്ണിൻ്റെ മണം എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പോഴോ? അയ്യോ. ഞാൻ പറഞ്ഞു. ഇപ്പോഴല്ല, ഞാൻ ഈ ജയിലിൽ വന്ന് കയറി ഇങ്ങ് വരുമ്പോൾ. നാരായണി ചോദിച്ചു. അതെവിടെന്ന്? എൻ്റെതായിരിക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. അവൾ പറഞ്ഞു. ആൺ ശരീരത്തിൻ്റെ മണം. അവിടുത്തെ മണം എങ്ങനെയിരിക്കും? ഞാൻ പറഞ്ഞു. എനിക്കറിഞ്ഞുകൂടാ നാരായണി, നിൻ്റെ ശരീരത്തിൻ്റെ ആ മണം. ഞാൻ നാസാരന്ധ്രങ്ങൾ വിടർത്തി ശക്തിയോടെ വലിച്ചു. ഒച്ച അവൾ കേട്ട് കാണുമോ? നാരായണി ചോദിച്ചു. വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു. ഇല്ല. നാരായണി പറഞ്ഞു. എനിക്കും കിട്ടുന്നില്ല. അസത്ത് മതിൽ. ഞാൻ ചോദിച്ചു. നാരായണി, ഈ മതിലിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ? നാരായണി പറഞ്ഞു. സിമൻറ്റിട്ടടിച്ച സ്ഥലം കണ്ടിട്ടുണ്ട്. ഞാൻ തൊട്ട് നോക്കിയിട്ടുമുണ്ട്. അത് ഞാനിവിടെ വന്നു ചേരുന്നതിന് മുമ്പ് അടച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ ആ ഭാഗം മണപ്പിച്ചു നോക്കി. നാരായണി പറഞ്ഞു. അതടച്ച വാർഡറെ ഒരാൾ തല്ലിയ ആളെ മുക്കാലിയിൽ കെട്ടി അടിച്ചു എന്ന് കേട്ടു. അടി ഓരോന്നും ഇവിടെയുള്ള സ്ത്രീകൾ വേദനയോടെ എണ്ണി. ഞാൻ പറഞ്ഞു. മുക്കാലിയിൽ കെട്ടി 36 അടി അടിച്ചു. അതിവിടെയുള്ള പുരുഷന്മാരും വേദനയോടെ എണ്ണി. നാരായണി പറഞ്ഞു. കഷ്ടമായി പോയി. ഞാൻ പറഞ്ഞു. അടികൊണ്ട ആൾ എൻ്റെ ക്ലാസ്മേറ്റാണ്, എൻ്റെ നാട്ടുകാരൻ. നേരോ? നേര്. അങ്ങനെ മതിലിൻ്റെ മുകളിലൂടെ നീണ്ടു വെളുത്തുരുണ്ട ഒരു തുണിസഞ്ചി വന്നു. ബജ്ര വറുത്ത് പൊടിച്ചത്, മുളക് വറുത്ത് ഉപ്പും കൂട്ടി പൊടിച്ചത് വന്നു. നാരങ്ങ ഉപ്പിലിട്ടത് ചെന്നു. കായ് വറുത്തതും പാട്ടയോടെ ചെന്നു. നാരായണി ചോദിച്ചു. ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ? ഞാൻ പറഞ്ഞു. എല്ലാവർക്കും കൊടുക്കൂ, നാരായണിയുടെയും എൻ്റെയും പേരിൽ. നാരായണി ചോദിച്ചു. എന്നെ മാത്രം സ്നേഹിക്കുമോ? ഞാൻ ചോദിച്ചു. എന്താ നാരായണി ഇത്ര സംശയം? ഇവിടെ നാരായണി ലേശം വേദനയോടെ എന്നവണ്ണം പറഞ്ഞു. എന്നെക്കാൾ സുന്ദരികളുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നുമല്ല. ഞാൻ പറഞ്ഞു. ഞാൻ സുന്ദരനൊന്നുമല്ല. അവൾ പറഞ്ഞു. എനിക്കൊന്ന് കാണണം. ഞാൻ പറഞ്ഞു. എനിക്കും ഒന്ന് കാണണം. അവൾ പറഞ്ഞു. എൻ്റെ ദൈവമേ, ഞാനിന്ന് രാത്രി കിടന്ന് കരയും. കാറ്റും മഴയും ഇടിക്കുടുക്കവുമുള്ള ഘോരരാത്രി വന്നു. വെളിച്ചത്തിൽ മുങ്ങിയ ഇരുമ്പഴിക്കൂട്ടിൽ ഞാൻ ഇരിക്കുന്നു. സ്ഫടിക കമ്പികൾ പോലെ മഴവെള്ളം വീഴുന്നുണ്ട്. ചരൽ വാരി എറിയുന്ന പോലെ ഈശ്വരൻ്റെ അനുഗ്രഹം. പെയ്യട്ടെ, മഴ പെയ്യട്ടെ. കൊടുങ്കാറ്റെ വീശിയടിച്ചോളൂ. പക്ഷേ മരങ്ങളെ ഒന്നും പിഴുതെറിയല്ലേ. മേഘങ്ങളെ പതുക്കെ പതുക്കെ ഗർജിക്കുക. നിങ്ങളുടെ ഈ ഘോര അട്ടഹാസം കേട്ടാൽ പാവം സ്ത്രീകൾ ഭയന്നു പോകും. പതുക്കെ പതുക്കെ. നേരം വെളുത്തു. വാർഡൻ വന്ന് വിളക്കണച്ച് കതക് തുറന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കഴുകി ശുദ്ധമാക്കിയ പുതിയ ലോകം. അപ്പോഴെനിക്ക് തോന്നി, ജയിൽ ചാടുന്നത് നല്ലതല്ല. ഇത്ര കഷ്ടപ്പെട്ട് ജയിൽ ചാടി വെളിയിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? വെളിയിൽ എന്ന് പറയുന്നത് വൻ ജയിലുകൾ തന്നെയല്ലേ? കാറ്റും മഴയും ഇടിക്കുടുക്കവും മിന്നലുമുള്ള ഘോരരാത്രികൾ ഇനിയുമുണ്ടാവും. പക്ഷേ അധർമ്മം. ഞാൻ ആ വലിയ ആണികൾ വെച്ച സ്ഥലം തന്നെ അങ്ങ് മറന്നു കളഞ്ഞു. ജയിൽ ചാടുന്നത് അധർമ്മമാണെന്ന ബോധോദയമുണ്ടായി എന്ന് ചുരുക്കം. മതിലിന് ചോരയും നീരും വെച്ച് കാണുകയില്ല. പക്ഷേ അതിനൊരാത്മാവ് ഉണ്ടായിട്ടില്ലേ എന്നൊരു സംശയം. മതിൽ പലതും കേട്ടു, പലതും കണ്ടു. ഉണക്ക മത്സ്യം വറുത്തത്, കരൾ പൊരിച്ചത്, മുട്ടാറൊട്ടി, പലതും
മതിലിന് മുകളിലൂടെ അപ്പുറത്തേക്ക് ചെന്നു. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ മതിലിൻ്റെ പുറത്ത് ഒരു വലിയ അണ്ണാനിരിക്കുന്നു. അവൻ എന്നെ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇറങ്ങിപ്പോടാ കള്ളപ്പടുക്കൂസേ, ഇവിടെ നിൽക്ക്, നിനക്ക് നാണമില്ലേ? നാരായണി ചോദിച്ചു. ആരെയാണ് ചീത്ത പറയുന്നത്? ഞാൻ പറഞ്ഞു, ഒരണ്ണാനെ. അവൻ മതിലിൻ്റെ പുറത്തുനിന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു. കള്ളൻ. അവിടെ ഇരുന്നോട്ടെ, നാരായണി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവൻ എന്നെ പരിഹസിക്കാൻ വന്നിരിക്കുന്നു. അവനെ അവൻ്റെ ബന്ധുക്കളെ ഞാൻ ഇട്ട് ഓടിച്ചിട്ടുണ്ട്. ഞാൻ കുറേ ചരല വാരിയെറിഞ്ഞു. അണ്ണാൻ ഓടിപ്പോയി. ഒരു പരിഭവം കലർന്ന വേദനയോടെ നാരായണി പറഞ്ഞു, നോക്കിക്കോ, എൻ്റെ മുലയിലാ കല്ല് വന്ന് വീണത്. ഞാൻ ചോദിച്ചു, നൊന്തോ? നാരായണി പറഞ്ഞു, തമ്മിലൊന്ന് കാണാൻ എന്ത് വഴി? ഞാൻ പറഞ്ഞു, ഞാനൊരു വഴിയും കാണുന്നില്ല. നാരായണി പറഞ്ഞു, ഞാനിന്ന് രാത്രി കിടന്നോർത്ത് കരയും. ഞാനും അന്ന് രാത്രി കിടന്നോർത്തു, കിനാവ് കണ്ടു. രാവുകൾ പകലുകൾ അങ്ങനെ കടന്നുപോയി. ഞാൻ ആശുപത്രിയിൽ വരാൻ ശ്രമിക്കും, നാരായണി ഒരു ദിവസം പറഞ്ഞു. പറ്റുകയാണെങ്കിൽ എന്നെ കാണാൻ ആശുപത്രി വരെ വരുമോ? എനിക്ക് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും, മുഖത്തും കഴുത്തിലും മുലകളിലും നാഭിയിലും. അവൾ ചോദിച്ചു, എന്നെ കണ്ടാൽ എങ്ങനെ അറിയും? ഞാൻ പറഞ്ഞു, മുഖം കാണുമ്പോൾ അറിയും. നാരായണി പറഞ്ഞു, എൻ്റെ വലത് കവളിൽ ഒരു കറുത്ത മറുകുണ്ട്, അത് നോക്കുമോ? എനിക്ക് ആ കറുത്ത മറുകിൽ തുരിതുരയെ ചുംബിക്കണം. വരാതിരിക്കരുത്, എൻ്റെ കൂടെ വേറെയും സ്ത്രീകളുണ്ടാവും. ഞാൻ പറഞ്ഞു, ഞാൻ തനിച്ചായിരിക്കും. എൻ്റെ തലയിൽ തൊപ്പി കാണുകയില്ല, ശകലം കഷണ്ടി. എൻ്റെ കയ്യിൽ ഒരു ചുവന്ന റോസാപ്പൂ കാണും. ഞാനത് ആശുപത്രി ഓർഡലി എൻ്റെ പഴയ സുഹൃത്താണ്. അതെനിക്ക് തോന്നി. എങ്ങനെ? മുട്ട, കരൾ, റൊട്ടി. ഞാൻ മരിച്ചു പോയാൽ എന്നെ ഓർക്കുമോ? ഇനി റോസാച്ചെടികൾ വേണോ? ഇവിടെ ഒരുപാടുണ്ട്. വേണ്ട. തന്നതിൽ തന്നെ ഞാനൊരു പൂങ്കാവൻ ഉണ്ടാക്കി തുടങ്ങി. ഞാൻ മരിച്ചു പോയാൽ എന്നെ ഓർക്കുമോ? പ്രിയപ്പെട്ട നാരായണി, മരണത്തെപ്പറ്റി ഒന്നും പറയുക സാധ്യമല്ല. ആര്, എപ്പോൾ, എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത്. അല്ല, ഞാനായിരിക്കും. എന്നെ ഓർക്കുമോ? ഞാൻ പറഞ്ഞു, ഓർക്കും. നാരായണി ചോദിച്ചു, എങ്ങനെ? എൻ്റെ ദൈവമേ, അങ്ങനെ എങ്ങനെ ഓർക്കും? അങ്ങനെ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല, എങ്ങനെ ഓർക്കും? നാരായണയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങുമുണ്ട്. വേദനയോടെ നാരായണി ചോദിച്ചു, ഭൂഗോളത്തിൽ എങ്ങുമോ? അങ്ങ് മുഖസ്ഥിതി പറയുന്നത് എന്തിന്? ഞാൻ പറഞ്ഞു, നാരായണി, മുഖസ്തുതിയല്ല, പരമസത്യം. മതിലുകൾ, മതിലുകൾ. ഞാൻ മതിലിൽ നോക്കി നിന്നു. അപ്പുറം നിശബ്ദമാണ്. കുറേ കഴിഞ്ഞ നാരായണി പറഞ്ഞു, ഞാനൊന്ന് പൊട്ടിക്കരയട്ടെ? ഞാൻ പറഞ്ഞു, ഇപ്പോൾ വേണ്ട, ഓർത്ത് രാത്രി കരഞ്ഞോളൂ. കുറേ സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം നാരായണി പറഞ്ഞു, ആശുപത്രിയിൽ എന്ന് കാണാമെന്ന് ഞാൻ നാളെ പറയാം. ഉത്കണ്ഠയോടെ ഞങ്ങൾ പിരിഞ്ഞു. രാത്രി വന്നു, വിളക്ക് തെളിഞ്ഞു. വാർഡൻ വന്നു, വിളക്കണഞ്ഞു. വാതിൽ തുറന്ന് ഞാൻ പുറത്തിറങ്ങി. പല്ലുതേപ്പ്, കസർത്ത്, കുളി എല്ലാം വേഗം നടത്തി. ആഹാരം കഴിച്ചെന്ന് വരുത്തി. ചക്കിയിലൊരു ബീഡി കത്തിച്ചു. അങ്ങനെ പുകവിട്ടിരിപ്പായി. അനിയൻ ജയിലർ കുശലം അന്വേഷിക്കാൻ വന്നു. അപ്പോഴാണ് മതിലിൻ്റെ മുകളിൽ നീലാകാശത്ത് ഒരു കമ്പുയർന്നത്. ഞാൻ ആകെ ഇരുന്ന് വിയർത്തു. ഞാനാകെ ഇരുന്ന് പുകഞ്ഞു. എന്തു ചെയ്യും? ഹാവു, ഒടുവിൽ അനിയൻ ജയിലർ പോയി. ഞാൻ ഓടി. നാരായണി. എന്തോ? എന്ന്? നാരായണി പറഞ്ഞു, ഇന്ന് തിങ്കളാഴ്ച. വ്യാഴാഴ്ച പകല് 11 മണിക്ക് ഞാൻ ആശുപത്രിയിലുണ്ടാവും. വലത് കവളിൽ കറുത്ത മറുക്. മറക്കല്ലേ? ഓർമ്മിക്കും. എൻ്റെ കയ്യിൽ ഒരു ചുവന്ന റോസാപ്പൂവ്. ഓർമ്മിക്കും. തിങ്കൾ, ചൊവ്വ, ബുധൻ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞൊന്ന് മയങ്ങി. എണീറ്റൊന്ന് കുളിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അനിയൻ ജയിലർ ചിരിച്ചുകൊണ്ട് എൻ്റെ പനിനീർ പൂങ്കാവനത്തിൽ വന്നു. കുറേ പനിനീർ പൂക്കൾ നുള്ളിയെടുത്തിട്ട് ലോക്കപ്പിൽ കയറി വന്ന് എൻ്റെ കിടക്കയിലിരുന്നു. പൂവുകൾ വേണോ? അനിയൻ ജയിലർ ചോദിച്ചു. എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പൂങ്കാവനമാവുന്നു. പൂവും കായല്ലേ? കായും. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ മതിലിൻ്റെ മുകളിൽ നീലാകാശത്ത് ഉണക്കക്കമ്പുയരുന്നു. അനിയൻ ജയിലർ പറഞ്ഞു, നിങ്ങളെ ഞാൻ സാധാരണ ഡ്രസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ജുബായും മുണ്ടും. അലക്കി മടക്കി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന എൻ്റെ ഡ്രസ്സ് അനിയൻ ജയിലർ എടുത്തഴിച്ചു. ഞാൻ പറഞ്ഞു, മുഷിഞ്ഞു പോവും. ഇതൊന്ന് ധരിക്കൂ, ഒന്ന് കാണാനാണ്. ഞാൻ പറഞ്ഞു, മുഷിഞ്ഞു പോവും.
അതിനെന്ത്, അലക്കി വയ്ക്കാൻ വയ്യേ? ശരി, ഞാൻ മുണ്ടെടുത്തു, ജുബ്ബായിട്ടു. എപ്പടി? ഞാൻ ചോദിച്ചു. കൊള്ളാം, അനിയൻ ജയിലർ വളരെ സന്തോഷത്തോടെ നാടകീയ മട്ടിൽ പറഞ്ഞു. യു ക്യാൻ ഗോ മിസ്റ്റർ ബഷീർ, യു ആർ ഫ്രീ. ഞാൻ നടുങ്ങിപ്പോയി. എൻ്റെ കണ്ണുകൾ കാണാതായി, ചെവികൾ കേൾക്കാതായി, ആകെ കൂടെ ഒരു എരപ്പ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, വൈ ഷുഡ് ഐ ബി ഫ്രീ? ഹൂ വാണ്ട്സ് ഫ്രീഡം? അനിയൻ ജയിലർ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ വിടാൻ ഉത്തരവായിട്ടുണ്ട്. നിങ്ങൾ ഈ നിമിഷം മുതൽ സ്വതന്ത്രനാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യ ലോകത്തേക്ക് പോവാം. സ്വതന്ത്രൻ, സ്വാതന്ത്ര്യ ലോകം? ഏത് സ്വാതന്ത്ര്യ ലോകം? വൻ ജയിലിലേക്ക് വേണമല്ലോ പോവാൻ. ആർക്ക് വേണം ഈ സ്വാതന്ത്ര്യം? അനിയൻ ജയിലർ പറഞ്ഞു, നാട്ടിലെത്താനുള്ള കാശ് വാങ്ങിച്ച് നിങ്ങൾക്ക് പോവാം. വല്ലതും എടുക്കാനുണ്ടോ? അദ്ദേഹം കിടക്കമടക്കി. അതിൻ്റെ അടിയിൽ ഞാൻ ജീവപര്യന്തക്കാർക്ക് വായിക്കാൻ എഴുതി വെച്ച പ്രേമലേഖനം എന്ന കഥയുണ്ടായിരുന്നു. അദ്ദേഹം അത് മടക്കി എൻ്റെ പോക്കറ്റിൽ വെച്ചു. വേറെ കുറേ കഥകൾ ജീവപര്യന്തക്കാരുടെ പക്കലുണ്ട്. സാരമില്ല. അനിയൻ ജയിലർ സന്തോഷത്തോടെ എൻ്റെ കൈക്ക് പിടിച്ച് ലോക്കപ്പിൽ നിന്നും പുറത്തിറങ്ങി. ഞാൻ ചെന്ന് എൻ്റെ പനിനീർ പൂങ്കാവനത്തിൽ നിന്നു. സ്വപ്നത്തിലെന്ന പോലെ ഒരു ചുവന്ന റോസാപ്പൂ വീർത്തെടുത്ത് ചുംബിച്ചുകൊണ്ട് നോക്കി. മതിലിന് മീതെ നീലാകാശത്തിൽ ഉണങ്ങിയ കമ്പുയരുന്നു, ഉയരുന്നു, ഉയരുന്നു. ദൈവമേ! അനിയൻ ജയിലർ എൻ്റെ ലോക്കപ്പ് പൂട്ടി. ശരി നാരായണി, മംഗളം. നാട്ടിൽ ചെന്നെത്താനുള്ള കാശുമായി വലിയ ഗേറ്റിലൂടെ ഞാൻ വെളിയിലിറങ്ങി. ജയിലിൻ്റെ പടുകൂറ്റൻ വാതിൽ ഭയങ്കര ശബ്ദത്തോടെ എൻ്റെ പിറകിലടഞ്ഞു. ഞാൻ തനിച്ചായി. ഞാൻ ആ സുഗന്ധം പരത്തുന്ന ചുവന്ന റോസാപ്പൂവ് കയ്യിലെടുത്ത് നോക്കിക്കൊണ്ട് ആ പെരുവഴിയിൽ സ്തബ്ധനായി വളരെ നേരം നിന്നു. മംഗളം, സർവമംഗളം.